ഹലോ ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന യൂണിറ്റിന്റെ എന്ന പേപ്പറിന്റെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ. അതിൽ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. അപ്പം എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷൻ ആകുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ ചില പ്രത്യേകതകൾ, ടീച്ചേഴ്സിന് കിട്ടേണ്ട ചില മെറിറ്റ്സ്, അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്: കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഭാഗം, അതേപോലെ തന്നെ ചില എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ചിട്ട് ചില സജഷൻസ് തരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഉണ്ടായ കമ്മിറ്റികളുണ്ട്. സോ അതിന്റെ ചില അവരുടെ സജഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. സോ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ്. പ്രസന്റേഷൻ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോ സ്ലൈഡ് കാണുന്നില്ലേ? സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നത് കാണുന്നില്ലേ? നോക്കട്ടോ. റെഡി അല്ലേ? കാണുന്നുണ്ട്. ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ള 5ാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടാണ്. കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്. അവിടെ ടീച്ചിങ്ങിന്റെ ചില ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നാച്ചുർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്, അതിൽ ഏകദേശം 13 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചിങ്ങിനെ അതിന്റെ കുറച്ച് സ്കില്ലുകൾ, 10 സ്കില്ലുകളോളം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ളൊരു ടേം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ മീനിങ്, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു 12 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ള ഭാഗം, അതുപോലെ തന്നെ ടീച്ചേഴ്സ് കോണ്ടന്റ് നോളജ് ഓഫ് ദ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഭാഗം, പിന്നെ പെഡഗോജിക്കൽ നോളജ് അഥവാ ടീച്ചിങ് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, ടീച്ചിങ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ കണ്ടത്. ദെൻ ഹാവിങ് ടെക്നോളജിക്കൽ നോളജ്, അത് എന്തിനാണെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, ആൻഡ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, അതുപോലെ ഹാവിങ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്, അഥവാ ടീച്ചിങ്ങിൽ നമ്മൾ റിഫ്ലക്ഷൻ നിർബന്ധമാണ് എന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ടീച്ചിങ് റീസൺസ് ഫോർ കൺസിഡറിങ് ടീച്ചിങ് ആസ് ആൻ ഇമ്പോർട്ടന്റ് പ്രൊഫഷൻ, എന്തുകൊണ്ട് ടീച്ചിങ്ങിനെ ഒരു പ്രൊഫഷനായി, ഒരു ഇമ്പോർട്ടന്റ് പ്രൊഫഷനായി കാണുന്നു എന്ന് സാധാരണ നമ്മളെപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ ആണ്. അത് നമ്മുടെ യൂണിറ്റിൽ നമുക്ക് എന്തുണ്ട്, ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാലോ, എല്ലാ ടീച്ചിങ്ങിനെയും മറ്റു പ്രൊഫഷൻസിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ടീച്ചിങ് ആണ് ഏറ്റവും ഉന്നതിയിലുള്ളത്. കാരണം നമ്മൾ കാണുന്ന ഏറ്റവും ഹയർ ക്വാളിഫിക്കേഷനിൽ, അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫഷനായി കാണുന്ന ഡോക്ടേഴ്സ് ആവട്ടെ, എഞ്ചിനീയേഴ്സ് ആവട്ടെ, സയന്റിസ്റ്റ് ആവട്ടെ, അവരെ എല്ലാം മേക്ക് ചെയ്തത്, അല്ലെങ്കിൽ അവരെല്ലാം ട്രെയിൻ ചെയ്തത് ടീച്ചേഴ്സ് ആണ്. അതുകൊണ്ട് ടീച്ചിങ് എന്നുള്ളത് അവർക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രൊഫഷൻ ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആസ് എ ടീച്ചർ എന്നുള്ളവർക്ക് ഒരു പ്രൊഫഷണൽ കരിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഫഷണൽ സ്കില്ലുകൾ നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ സർവീസ് ടീച്ചേഴ്സ് ആയി പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ വി ഹാവ് ടു കണ്ടിന്യൂ അവർ ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മളൊരു ചിലപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ എല്ലാവർക്കും ഉണ്ട് ഈ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, എങ്കിലും ഒരു ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ജോലി അങ്ങനെ ചെയ്തു പോയാൽ മതി എന്നുള്ള പ്രൊഫഷൻസ് ഉണ്ടായിരിക്കാം. എന്നാൽ മോസ്റ്റ് ഓഫ് ദ പ്രൊഫഷനിലും നമുക്കൊരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ വെരി എസെൻഷ്യൽ ആണ്. അത്തരത്തില് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക, അത് ആണ് ഈ ഒരു കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ്. ശരിക്കും നമ്മുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് അവരുടെ സ്കില്ല്, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ സ്കിൽസ്, അല്ലെങ്കിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡൊക്കെ അവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡോ സ്കിൽസോ അവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടോ? അതിനു വേണ്ടിട്ട് ഒരു ട്രെയിനിങ് ഒക്കെ ഉണ്ടാവില്ലേ? ക്ലസ്റ്റർ എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, അത് അവർക്ക് ഇൻ സർവീസ് ട്രെയിനിങ് ആണ്, കമ്പൽസറി ട്രെയിനിങ് ആണ്.
അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി തന്നെയാണ്. ഓക്കെ, അത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. സോ കോൺസെപ്റ്റ് ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ആണ്. ഇറ്റ് ഈസ് ജനറലി അസോസിയേറ്റഡ് വിത്ത് ഫോർമൽ ക്ലാസ്സസ്, സെമിനാർസ് ആൻഡ് വർക്ക്ഷോപ്പ്. അഥവാ ടീച്ചേഴ്സിന് സർവീസിലിരിക്കെ അവര് പോകുന്ന സെമിനാറുകൾ, അവർ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സസ്, വർക്ക്ഷോപ്പുകൾ തുടങ്ങി ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ, ട്രെയിനിങ് പ്രോഗ്രാംസ്, പുതിയ കോഴ്സസ്, ഇതെല്ലാം കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. സോ എ ടീച്ചർ സീക്സ് ടു ഇൻക്രീസ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തോന്നുന്നുണ്ടാവും എന്റെ ടീച്ചിങ് അടിപൊളിയാണ്, എനിക്കിനി ഇമ്പ്രൂവ് ചെയ്യാനില്ല എന്ന് ഒരിക്കലും ഒരു ടീച്ചർ വിചാരിക്കാൻ പാടില്ല. നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രൊഡക്ഷനോ നമ്മുടെ എക്സ്പ്ലെയിനിങ്ങോ നമ്മുടെ ICT-യിലുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലുള്ള നോളജോ ടീച്ചിങ് ആറ്റിറ്റ്യൂഡ്സോ അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈലോ ടീച്ചിങ് മെത്തേഡ്സോ ഒക്കെ മാറ്റം വരുത്തേണ്ടതായിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫർദർ ഡെവലപ്മെന്റ് നിർബന്ധമാണ് എന്നുള്ളതാണ്. സോ ഫർദർ ഹിസ് ടീച്ചിങ് കരിയർ, ഇത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് കരിയറിൽ വളരെ എസെൻഷ്യൽ ആയി ചെയ്യേണ്ടതാണ് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇപ്പൊ നിങ്ങൾ BEd പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ BEd പഠിക്കുമ്പോൾ നിങ്ങൾ 2026-ലാണ് BEd പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഇനി നിങ്ങൾ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്ത് നിങ്ങൾ ഒരു 10 വർഷം 20 വർഷം അല്ലെങ്കിൽ 30 വർഷം സർവീസ് ആകുമ്പോൾ 2050 വരാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ 2060-ലോ 80-ലോ ഒക്കെ വരാൻ പോകുന്ന കുട്ടികളെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ മുന്നിലുള്ള സ്റ്റുഡൻസിനെ അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി 1-2 വർഷം കൊണ്ട് അവർ ഈ ഫീൽഡ് വിടും, അവര് ഹയർ കോഴ്സിലേക്ക് പോകും. ഇനി വരാനുള്ള ഒരു കമ്മിങ് ജനറേഷനെ എങ്ങനെ ഡീൽ ചെയ്യണം, അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതിലേക്കുള്ള ന്യൂ ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുന്നത് പഠിക്കുന്ന പ്രോസസ്സാണ് ആക്ച്വലി കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എയ്തർ മാൻഡറ്ററി ഓർ വളണ്ടറിലി പെർസ്യൂഡ്. ചിലപ്പോൾ നിർബന്ധമായും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിരിക്കും, ചിലപ്പോൾ നമ്മുടെ താല്പര്യം കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിരിക്കും. ഇപ്പൊ ക്ലസ്റ്റർ മീറ്റിംഗ് എന്നുള്ളത് മാൻഡറ്ററി ആണ്, നിർബന്ധമാണ്. അതേസമയത്ത് ഒരു പ്രൈവറ്റ് ഏജൻസി ഒരു സെമിനാർ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ AI വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, പോണോ പോണ്ടേ എന്നുള്ളത് നമ്മുടെ തീരുമാനമായിരിക്കും. സോ അത് വളണ്ടറിലി നമുക്ക് പെർസ്യൂ ചെയ്യാവുന്ന ഒന്നാണ്. ആൻഡ് പ്രോഗ്രാംസ് ആർ ഫണ്ട് വിത്ത് ഗവൺമെന്റ് ഗ്രാൻഡ് ആൻഡ് ഗ്രാൻഡ് ലീവ് വിത്ത് പേ. പലപ്പോഴും മാൻഡറ്ററി ആയിട്ടുള്ള ഈ ഇത്തരം കോഴ്സുകൾക്ക് ഗവൺമെന്റ് ഗ്രാൻഡുകളും അതിനനുസരിച്ച് ലീവുകളും അല്ലെ OD എന്നൊക്കെ ഉണ്ട്, ഓൺ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റും അവർക്ക് അതിന് വേണ്ട ഇൻസെന്റീവും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയും ഈ ടീച്ചേഴ്സ് അപ്ഡേറ്റഡ് ആവണം, ഡെവലപ്ഡ് ആകണം എന്ന് സർക്കാരിന് തന്നെ ആവശ്യമുണ്ട്, സർക്കാരിന്റെയും കൂടി ഒരു ആവശ്യമാണെന്നുള്ളതാണ് അതിൽ സത്യം. ഒരു സെക്കൻഡ്. And it involves learning new teaching techniques and methodology based on emerging research. കാരണം നമ്മുടെ എഡ്യൂക്കേഷണൽ മേഖലയിൽ ഇഷ്ടം പോലെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റിസർച്ചിന്റെ ഭാഗമായിട്ട് പല ഫൈൻഡിങ്സ് ഉണ്ടാവും. സോ അതിൽ പലതും നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യാനുണ്ടായിരിക്കും. വലിയ ഉദാഹരണമാണ് നമ്മളൊക്കെ പഠിച്ചു വന്ന കാലഘട്ടത്തിൽ, ഇപ്പൊ നിങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, ഒരു 90s മുമ്പുള്ള ആളുകൾ അല്ലെങ്കിൽ 2005 മുമ്പ് പഠിച്ച ആളുകൾ അവർ ബിഹേവിയറൽ ടീച്ചിങ് സ്ട്രാറ്റജിയാണ് കണ്ടിട്ടുണ്ടാവുക. ടീച്ചറാണ് എല്ലാം ക്ലാസ്സിൽ വന്ന് പറയുക. അപ്പൊ അന്ന് BEd കഴിഞ്ഞ ഒരാൾ ബിഹേവിയറൽ മെത്തേഡ്സിലൂടെ ആയിരിക്കും അവർ ടീച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുക. എന്നാൽ 2005 ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് കൺസ്ട്രക്റ്റീവ്സ് ആണ് ആക്ച്വലി പഠിക്കാനുള്ളത്, സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആണ് ആക്ച്വലി അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അപ്പൊ അവർ പഠിച്ചതും അവർ പ്രാക്ടീസ് ചെയ്തതും അല്ല ഇന്ന് അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് എന്നതുകൊണ്ട് ഇത്തരം ക്ലസ്റ്ററുകളും സെമിനാറുകളും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളും ഇറ്റ് വിൽ ഹെൽപ് ദം ടു ബി ഇംപ്രൂവ്ഡ് ആൻഡ് ഡെവലപ്ഡ്, ഓക്കെ, ആൻഡ് അപ് ടു ഡേറ്റഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ അവരുടെ ടീച്ചിങ് സ്കില്ലിനെ ബേസ് ചെയ്തിട്ട്, ജനറൽ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നുള്ളത് ഉള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ്. എന്തുകൊണ്ട് ടീച്ചേഴ്സിന്റെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ ടീച്ചിങ്ങിന്റെ ആറ്റിറ്റ്യൂഡ്, പാഷൻ, ടീച്ചിങ് സ്ട്രാറ്റജീസ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. സോ ടീച്ചിങ് ടെക്നിക്സ് വിച്ച് were considered as best practice several years ago എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചിങ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന മാർഗങ്ങള്, പഠനതന്ത്രങ്ങള് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതികള് അതെന്ത് ചെയ്യണം, കൺസിഡേർഡ് ആസ് ബെസ്റ്റ് പ്രാക്ടീസ്
ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, മേ ബിക്കം ഇറെലവന്റ് ഇൻ ദ പ്രസന്റ് ഡേ. കാരണം കഴിഞ്ഞ കാലത്ത് പരിഗണിച്ച ദ ബെസ്റ്റ് സ്ട്രാറ്റജി എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അത് ബെസ്റ്റ് ആയിക്കൊള്ളുന്നില്ല, അത് വേഴ്സ്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ പണ്ട് ടീച്ചറാണ് എല്ലാം, ടീച്ചറാണ് ദ സോഴ്സ് ഓഫ് നോളജ്, ടീച്ചർ പ്രൊവൈഡ്സ് എവറിഥിങ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്നെന്താ പറയണേ? യു ഡോണ്ട് ഷെയർ എനിത്തിങ്, യു ഡോണ്ട് പ്രൊവൈഡ് എനിത്തിങ്, ലെറ്റ് ദം മേക്ക് ദെയർ നോളജ്, ലെറ്റ് ദം കൺസ്ട്രക്ട് ദെയർ നോളജ് എന്നാണ് ഇന്നത്തെ തലമുറയിൽ പെടുന്ന ഇന്നത്തെ ടീച്ചിങ് സ്ട്രാറ്റജിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെ? പണ്ടൊക്കെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിരുന്നത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്സ് വഴിയായിരുന്നു. അവിടെ ടീച്ചർ എന്ത് ചെയ്യും? കുറെ ഗ്രാമർ റൂൾസ് പഠിക്കും, ടെൻസ് പഠിപ്പിക്കും, കുറെ ഗ്രാമർ പഠിപ്പിക്കും, പിന്നെ കുറെ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും. അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. എന്നാൽ ഇന്ന് ഡയറക്റ്റ് മെത്തേഡാണ്. ഇന്ന് കുട്ടികൾ ഗ്രാമർ ഇല്ല, ഗ്രാമർ പഠിക്കണില്ല, ഗ്രാമർ ഡയറക്റ്റ് പഠിക്കണില്ല. ഇന്ന് അവർ കമ്മ്യൂണിക്കേഷൻ ആണ് മെയിന്, ഇതിന്റെ യൂസേജ് ആണ് മെയിന്, അപ്ലിക്കേഷൻ ആണ് മെയിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജികളുടെ ഡിഫറൻസസ് ഒക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തണം. സം സബ്ജക്ട്സ് ഓർ സം സബ്ജക്ട് ടോപ്പിക്സ് മേ ലോസ് ദെയർ ഇമ്പോർട്ടൻസ്. ചില വിഷയങ്ങൾ നമ്മൾ ചിലപ്പോൾ കരിക്കുലത്തിൽ നിന്നേ ഒഴിവാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ പുതിയ സബ്ജക്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ചത് കമ്പ്യൂട്ടർ ഉണ്ട്, അതിന് മുമ്പത്തെ ഒരു ബാച്ചിലൊന്നും കമ്പ്യൂട്ടർ ഇല്ല, കമ്പ്യൂട്ടർ എന്നുള്ള സബ്ജക്റ്റ് ഒന്നുമില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് എന്തില്ല, ഇത്തരം ഒരു IT എന്നുള്ളത് പ്രൊഫഷന്റെ ഭാഗമായിട്ടില്ല. ഇപ്പൊ നമ്മളിൽ IT വന്നു. ഇപ്പൊ നമ്മള് സിലബസിൽ എവിടെയെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുന്നുണ്ടോ? സ്കൂളിൽ AI പഠിക്കാനുണ്ടോ? സ്കൂളിന്റെ നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഉണ്ടോ? 10ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടോ? അറിയോ? IT ഒരുപാട് മാറിയിട്ടുണ്ട്. IT മാറിയിട്ടുണ്ട്, നമ്മൾ പഠിച്ച രീതികളല്ല. പണ്ടൊക്കെ നമ്മള് പോവാ, ഗെയിം കളിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അതല്ല, ഈ AI-യോ റോബോട്ടിക്സോ അല്ലെങ്കിൽ വെബ് ഡിസൈനിങ്ങോ റോബോട്ടിക്സ് ഉണ്ടോ? ഓക്കെ, അതൊരു പുതിയ മാറ്റാണ്. അപ്പൊ ഇപ്പോഴത്തെ അധ്യാപകർ എന്ത് ചെയ്യേണ്ടി വരും? അതും കൂടി പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം. ഓക്കെ, സോ റാപ്പിഡ്ലി ഇവോൾവിംഗ് ടെക്നോളജി ആൻഡ് ചേഞ്ചസ് ഇൻ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയണേ. നമ്മുടെ സമൂഹത്തിൽ ടെക്നോളജിന്റെ വളർച്ച, നമ്മുടെ സ്റ്റുഡൻസിന്റെ റിക്വയർമെന്റ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സ്കിൽസ്, ഇതൊക്കെ റാപ്പിഡ്ലി ചേഞ്ചിങ് ആണ്, അല്ലെ? പണ്ടൊക്കെ ഒരു വലിയ മാറ്റം വരാൻ 10 വർഷം കഴിഞ്ഞിട്ട് വേണം മാറ്റം വരാൻ എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ദിവസം മാറ്റം വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോണത്. ദാറ്റ് ഈസ് വൈ ദ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അവർ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇനി ഇവിടെ ഉള്ള കുറച്ച് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ്. ഇവർക്ക് ടീച്ചേഴ്സിന്, നമ്മൾ ടീച്ചേഴ്സ് ആയി സാലറി വാങ്ങി വർക്ക് ചെയ്ത് തുടങ്ങിയാലും നമ്മൾ പങ്കെടുക്കേണ്ട പ്രോഗ്രാംസ് ആണ്. അതല്ലെങ്കിൽ ഇത്തരം പ്രോഗ്രാംസ് ത്രൂ ആണ് നമുക്ക് നമ്മുടെ ടീച്ചിങ് ആറ്റിറ്റ്യൂഡ്, ടീച്ചിങ് സ്കിൽസ്, സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻ സർവീസ് പ്രോഗ്രാംസ് ആണ് പറയാ. സർവീസിൽ ഇരിക്കുന്ന ടീച്ചേഴ്സിനുള്ള പ്രോഗ്രാംസ് ആണ്. ഒന്ന് സെമിനാർ പ്രോഗ്രാംസ് ഉണ്ടാവും. ഓൺ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. സ്റ്റുഡൻസിന്റെ ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റൈൽസ്, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തിൽ ഒരു ടോപ്പിക്കിൽ സെമിനാറുകൾ ഉണ്ടായിരിക്കും. സോ ടീച്ചേഴ്സ് ഹാവ് ടു അറ്റൻഡ് ദ സെമിനാർ ആൻഡ് ഇംപ്രൂവ് ദെയർ സ്കിൽസ്. ആൻഡ് റിഫ്രഷർ കോഴ്സുകളാണ്. എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഓർഗനൈസ്ഡ് ഫോർ റിഫ്രഷിംഗ് ദ നോളജ് ഇൻ സർവീസ് ടീച്ചേഴ്സ്. അഥവാ ടീച്ചേഴ്സിനെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്തെടുക്കുക, അവരൊന്നുകൂടി അവരുടെ ടീച്ചിങ് സ്കില്ല്, അതിന്റെ എനർജി അതൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള കോഴ്സുകളാണ് റിഫ്രഷർ കോഴ്സുകൾ എന്ന് പറയുന്നത്. ദെൻ വർക്ക്ഷോപ്പ്, ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിന്മേൽ വർക്ക്ഷോപ്പ് നടത്തി അവിടെ ചർച്ചകൾ ഉണ്ടാകും, അവിടെ എക്സ്പെരിമെന്റുകൾ ഉണ്ടാകും. അത് വെച്ചിട്ട് പുതിയ ഇൻസൈറ്റ് ടീച്ചേഴ്സിന് കിട്ടും. അതുപോലെ തന്നെ കോൺഫറൻസുകൾ, അല്ലെ? സെയിം ഫീൽഡിലുള്ള കുറെ ആളുകൾ ചേർന്നിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ഒരു പുതിയ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ അവരുടെ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. എക്സ്പേർട്ട് ടീച്ചേഴ്സ് ഈ പറയുന്ന ജൂനിയർ ടീച്ചേഴ്സിന് എന്താണ് നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ നമ്മുടെ സിലബസ്, എന്താണ് സ്ട്രാറ്റജീസ്, ഒരു ചേഞ്ചർ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്താണ്, ഒരു നോവൽറ്റി ഉള്ള സ്ട്രാറ്റജി എന്താണ്, ക്രിയേറ്റീവായിട്ട് എങ്ങനെ പഠിപ്പിക്കാം എന്ന കാര്യങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റഡി സെന്റർ ഫോർ പ്രൊഫഷണൽ റൈറ്റിംഗ്. ഞാൻ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് മാത്രമല്ല, റൈറ്റിങ്ങിനും അവരുടെ എല്ലാ സ്കില്ലുകൾക്കും, ലാംഗ്വേജ് സ്കിൽസിനും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ്, അത്തരത്തിലുള്ള സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ സ്കൂൾ എന്ന് പറയുന്നത് വാട്ട് എവർ ഈസ് ടോട്ട് ഇൻ തിയറി ടു ബി പുട്ട് ഇൻ ടു പ്രാക്ടീസ് ബൈ ക്യാരിങ് ഔട്ട് എക്സ്പെരിമെന്റ്സ്. പരമാവധി എക്സ്പെരിമെന്റ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, നമ്മുടെ ഇന്നത്തെ ലേണിംഗ് സിസ്റ്റം ആണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. അഥവാ അനുഭവത്തിലൂടെ
പഠിച്ചെടുക്കുക എന്നുള്ളതാണ്, അനുഭവിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇന്ന് സ്കൂളിൽ പ്രാവർത്തികമാക്കേണ്ട രീതി എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള സ്ട്രാറ്റജികളെല്ലാം ടീച്ചേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്ലാൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്നതിൽ ഉണ്ടായിരിക്കുക. ഇത് ഇൻ സർവീസ് ടീച്ചേഴ്സിനുള്ളതാണ്. ഓൾറെഡി ടീച്ചിങ് പ്രൊഫഷനിലുള്ള ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയ ആളുകൾക്കുള്ളതാണ് എന്നുള്ളത് പ്രത്യേകം ഒന്ന് ഓർമ്മിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഒരാളും തന്നെ എത്ര വർഷമായാലും റിട്ടയർഡ് ആകുന്നത് വരെയുള്ള സമയത്ത് അവരുടെ നോളജ് സ്കില്ല് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതിന്റെ ബാക്കിയാണ് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ അഫിലിയേറ്റഡ് ടു NCERT അഥവാ ഇത്തരത്തില് റീജിയണൽ കോളേജസ് അത് അവർ നടത്തുന്ന കുറെ പ്രോഗ്രാംസ്, ഇത്തരത്തിലുള്ള റിസർച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ മേഖലയിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അതുപോലെ സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഇത്തരത്തിൽ സമ്മർ കോഴ്സുകൾ, സമ്മർ ട്രെയിനുകൾ, അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് കോഴ്സുകൾ, നമ്മൾ പഠിപ്പിക്കുന്ന രീതികൾക്ക് അനുസൃതമായിട്ടുള്ള ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, കറസ്പോണ്ടൻസ് കോഴ്സുകളൊക്കെ ടീച്ചേഴ്സിന് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതർ പ്രോഗ്രാംസ് ആണ് കൊടുത്തിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ടൂർ, റേഡിയോ ബ്രോഡ്കാസ്റ്റ്, ഫിലിം ഷോ, TV പ്രോഗ്രാംസ്, അതുപോലെ ലെക്ചേഴ്സിങ്, എക്സ്റ്റൻഷൻ ലെക്ചർ ഫോർ ടീച്ചേഴ്സ്, എങ്ങനെയാണ് ഇനി ഈ കുട്ടികളുടെ മനോഭാവം, കുട്ടികളുടെ സ്കില്ലുകൾ ഇതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ലെക്ചേഴ്സ്, എക്സിബിഷൻസ്, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ദ എക്സ്പീരിയൻസ് ബിറ്റ്വീൻ ഓർ എമംഗ് ടീച്ചേഴ്സിനിടയിലുള്ള എക്സ്പീരിയൻസ് ഷെയറിങ്, ഇങ്ങനെ ഒരുപാട് സ്ട്രാറ്റജികൾ ഉണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ. സ്ട്രാറ്റജികളുടെ പ്രശ്നമല്ല, നമ്മുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ് ആക്ച്വലി. അപ്പൊ എല്ലാതും ഏറ്റെടുത്ത് നടത്താൻ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാവണം. ഒരു പുതിയ പ്രോഗ്രാം കണ്ടാല്, ഒരു പുതിയ കോഴ്സ് കണ്ടാല്, ഒരു പുതിയ സ്ട്രാറ്റജി കണ്ടാല് അത് നമ്മളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക എന്നുള്ളത് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് വെരി ഇമ്പോർട്ടന്റ് ആണ്. അഥവാ ബി റെഡി ടു ചേഞ്ച്, ഓക്കെ, ഡെയർ ദ ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ പുതിയ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അധ്യാപകർ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു 10 ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ എല്ലാതും കാണാതെ പഠിക്കണം എന്നില്ല. അതിന്റെ കുറച്ചെനിക്ക് തോന്നുന്നത് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു പോയാൽ മതി. സോ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് എക്സ്റ്റൻഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് മെസ്റ്റൺ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലുള്ള പ്രോഗ്രാംസ് പറയുന്നുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് പേരുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ, കൂടുതലൊന്നും പറയണില്ല. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ SIE കീഴിൽ വർക്ക്ഷോപ്പുകൾ, സെമിനാറുകളൊക്കെ നടക്കുന്നെന്ന് പറയുന്നു. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, അഥവാ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, റിസർച്ച് മൂന്നും കൂടി ഒപ്പം കൊണ്ടുപോകുന്നതാണ്. സ്റ്റേറ്റ് അക്കാഡമിക് സ്റ്റാഫ് കോളേജ്, ഇങ്ങനെ ഒരു കുറച്ച് 10ഓളം ഇതിൽ എക്സാമ്പിൾസ് അതിൽ പറയുന്നുണ്ട്. 10 സോറി, ഞാനവിടെ 10 വെച്ചത്. സോറി എനിക്ക് മിസ്റ്റേക്ക് കിട്ടിയ കാര്യം, ഞാൻ എന്തോ ആലോചിച്ചിട്ടതായിരിക്കണം അല്ലെങ്കിൽ. അപ്പം ഇതിൽ ആറിനാ പറയും, ഞാൻ ഈ നമ്പർ ഇട്ടിരിക്കുന്നത് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കിട്ടിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ്. ഈ ടെക്സ്റ്റിൽ എങ്ങാനും 10 ഉണ്ടോ ജസ്റ്റ് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു 2-3 എക്സാമ്പിൾസ് ആയിട്ട് നോക്കിച്ചാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ ഒരു ഭാഗം. ഓക്കെ, ഇനി ടീച്ചേഴ്സ് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നാണ്. ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കേണ്ട എത്തിക്സ് അല്ലെങ്കിൽ മോറൽ റെസ്ട്രിക്ഷൻസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മൊറാലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഇവിടെ ടീച്ചേഴ്സിന് മോറൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് എന്തൊക്കെയാണെന്നും എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു 8-10 നമ്മുടെ ഇത് ഈ ചോദ്യം വന്നാലല്ലേ, പ്രൊഫഷണൽ എത്തിക്സ് അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഒരു മനുഷ്യന് എന്തൊക്കെ ക്വാളിറ്റീസ് അറിയോ അതൊക്കെ എഴുതിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഈ ഒരു ഇപ്പൊ നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടാവില്ല വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അറിവില് ഒരു ടീച്ചർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാ? നമുക്ക് ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് ഉണ്ടാവേണ്ട മിനിമം എത്തിക്സ് എന്തൊക്കെയാ, അല്ലെങ്കിൽ മൊറാലിറ്റി എന്തൊക്കെയാ നമുക്കറിയണത്? പേഷ്യന്റ് ആയിരിക്കണം. പേഷ്യന്റ് ആയിരിക്കണം. പേഷ്യന്റ് പറഞ്ഞാൽ ഡയലി തലവേദന, പനി, ഇന്ന് നിനക്ക് വയറുവേദന കേട്ടോ, ക്ലാസ് എടുക്കണില്ല, തലവേദന കേട്ടോ, ക്ലാസ് എടുക്കാൻ വയ്യ, മുണ്ടല്ലേ, അങ്ങനെ ആ പേഷ്യൻസ്. ഓക്കെ, നല്ലൊരു ലിസണർ ആയിരിക്കണം. നല്ലതാണ്. എമ്പതി ഉണ്ടായിരിക്കണം. എമ്പതി, എന്താ എമ്പതി ആണല്ലേ? മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാനും ഉള്ള കഴിവുണ്ടായിരിക്കണം.
ഓക്കെ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അഥവാ സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങൾ തന്റെ അപ്പൊ കൂടി. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ എന്തുകൊണ്ടായിരിക്കണം കുട്ടിക്ക് അത് മനസ്സിലാവാത്തത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഇത് വേണം. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. പറയാത്തത് പറഞ്ഞാണ്. കുട്ടികളെ വേർതിരിച്ച് കാണുന്ന അനുഭവം ഉണ്ടായിരിക്കും. വേർതിരിച്ച് കാണാൻ കഴിയണമെന്നോ? അല്ല, വേർതിരിച്ച് കാണാൻ മനോഭാവം ഇല്ലാതിരിക്കണം. ഒന്ന് സിമ്പിൾ ആക്കി പറയേ, അത്ര ബുദ്ധിയൊന്നും എനിക്കില്ല. പാർഷ്യാലിറ്റി ഉണ്ടാവരുത്. അതന്നെ. ഓക്കെ, അപ്പൊ ഡിസ്ക്രിമിനേഷന് പാർഷ്യാലിറ്റി ഒന്നും കാണിക്കരുത്. അത് ചില ടീച്ചേഴ്സിന് ഉണ്ടാവും, പാർഷ്യാലിറ്റി ഉണ്ടാവും. ഓക്കെ, പാർഷ്യാലിറ്റി ഉണ്ടാവും. ചോദിക്കട്ടെ, ശരിക്കും കുട്ടികളെ വേർതിരിച്ച് കാണണ്ടേ? എല്ലാ അത് കുട്ടികളും അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് കാണണം. ഇപ്പൊ എല്ലാവരും ക്യുക്കായിട്ട് പഠിച്ചോളണം, ക്യാച്ച് ചെയ്യണം എന്നില്ല. അപ്പൊ അവർക്ക് കൂടുതൽ ഒരു ഒന്നും കൂടി അവരെ ഫോക്കസ് ചെയ്യാം. അതല്ലാതെ പഠിക്കുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ളവരെ ഫോക്കസ് ചെയ്യാതിരിക്കുക, അങ്ങനെ ഒരു പാർഷ്യാലിറ്റി പാടില്ല. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ആ ക്ലാസ് ശ്രദ്ധിക്കാനും ഒന്നും ഇഷ്ടം. കുറച്ച് അലമ്പാട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് അവരെ എയിം ചെയ്യാം. ഇന്ന് വരെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ ചോദ്യമാണ്, പിന്നെ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ അലമ്പാക്കുന്ന കുട്ടികളെ എങ്ങനെ അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം എന്ന് എപ്പോഴും എല്ലായ്പ്പോഴും അധ്യാപകർ ചോദിക്കാറുണ്ട്. നമ്മൾ അതിന് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അപ്ലിക്കേഷനുകൾക്ക് എത്തുമ്പോൾ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. എക്സാമ്പിൾ പറയൂ. എന്താ, എങ്ങനെ ഈ ഇവരെ തിരിച്ച് നമ്മളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാന്നുള്ളതോ? അതാണോ ചോദിക്കണത്? അതെ അതെ. ആരെ സ്വകാര്യം പറയണേ, ഉറക്കം കൂടി ചോദിക്കേ. സൗണ്ട് ഇല്ല, അതാണ്. ആയിക്കോട്ടെ, സൗണ്ട് ഇല്ലെങ്കിൽ വേണ്ട. അതിന്റെ നമ്മൾ സ്ട്രാറ്റജികൾ പറഞ്ഞു നോക്കുമ്പോ ഒന്ന് പറയാറുള്ളത്, നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സ് അഥവാ നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതികൾ മാറ്റി കൊടുക്കുക, അഥവാ നമ്മൾ ഇന്നോവേറ്റീവ് ആയി ക്ലാസ് എടുക്കാൻ കൊടുക്കുക. 2, നല്ല ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക. 3, അവർക്ക് ഇൻസ്പയറിംഗ് ആകുന്ന തരത്തിൽ അവരോട് ബിഹേവ് ചെയ്യുക, ഇടപെടുക. 4, എല്ലാവരെയും പരിഗണിക്കുക. 5, ഇത്തരം കുട്ടികളെ അവരുടെ താല്പര്യം എന്ത്, അല്ലെങ്കിൽ അവരുടെ നീഡ് എന്ത്, അവരുടെ ഇഷ്യൂ എന്ത് എന്ന് കൃത്യമായി പഠിച്ച് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. 6, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്ലാസ്സിൽ ഉണ്ടാക്കുക. 7, ഇത്തരം കുട്ടികളെ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് അവരെ എന്ത് ചെയ്യുക, നമ്മളൊരു അവർക്കിടയിൽ അവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കുക. 8, ഇടയ്ക്ക് നെട്ടിക്കുക. കുട്ടികൾ തല്ലാൻ പറ്റുമോ? ഞെട്ടിക്കൽ ബിരിയാണി തല്ലാൻ പറ്റൂല. തല്ലാൻ പറ്റൂലേ? തല്ലിയാല് പാരന്റ്സ് വന്നിട്ട് തല്ലിക്കോളാൻ പറയും. ക്ലാസ്സിലെ കുട്ടികൾ തല്ലണ്ട, സ്വന്തം കുട്ടികൾ തല്ലാൻ പറ്റുമോ? സ്വന്തം കുട്ടികള് കുറച്ചൊക്കെ എല്ലാ ക്ലാസ്സിലും സ്വന്തം കുട്ടികൾ ഉണ്ടാവില്ലല്ലോ സാർ. അതല്ല ചോദിക്കണേ, വീട്ടിലുള്ള കുട്ടികൾ തല്ലാൻ പറ്റുമോ? അവരെ പോലും തല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ യഥാർത്ഥ തിയറി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതിലുണ്ട്. ഇതിൽ എന്തൊക്കെയുണ്ട് നോക്കുക. ഒന്ന്, എത്തിക്കൽ ബിഹേവിയർ ആണ്, അഥവാ സമൂഹം നല്ലതാണ് എന്ന് പറയുന്ന, സമൂഹം നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ബിഹേവിയേഴ്സ് മാത്രമേ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ദേ ഷുഡ് ബി കാം, പേഷ്യന്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ്, അല്ലെ? കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അവര് വളരെ ക്ഷമയുള്ള, വളരെ കാം ആയിട്ടുള്ള ആളുകളായിരിക്കണം. അതുപോലെ തന്നെ ഷുഡ് അണ്ടർടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, കുട്ടികളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റണം. അവരുടെ അക്കാഡമിക്കൽ ആവട്ടെ, പേഴ്സണൽ ആവട്ടെ, സോഷ്യൽ ആവട്ടെ, എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ പറ്റണം എന്നുള്ളതാണ് തിയറിയിലൂടെ പറയുന്നതെങ്കിലും എല്ലാം കൂടി കൊണ്ടുപോയി തലയിൽ വെച്ചാല് പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും സ്കൂളത്തെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും സ്വന്തം കുട്ടിയുടെ കാര്യങ്ങളും എല്ലാം കൂടി നോക്കൽ ബുദ്ധിമുട്ടായി വരും എന്നുള്ളത് ഒരു സത്യമുണ്ട്. എങ്കിലും പോയിന്റ് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? കുട്ടിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഷുഡ് ബി റോൾ മോഡൽ എന്ന് പറയണേ. കുട്ടികൾ എന്ത് ചെയ്യും? ടീച്ചേഴ്സിനെ കണ്ടു പഠിക്കും. അതൊരു വലിയ ചലഞ്ചല്ലേ നമുക്ക്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ടീച്ചേഴ്സ് അല്ലേ, റീൽസ് ഒക്കെ എടുക്കുന്ന ടീച്ചേഴ്സ് അല്ലേ, അവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? കുറച്ചൊക്കെ നല്ലതാണ്, കുറച്ച് നല്ലതാണ്. പിന്നെ പക്ഷെ ക്ലാസ് എടുക്കുന്നതിനെക്കാട്ടി കോൺസെൻട്രേഷൻ ആയിമൊക്കെ പോവും കുട്ടികളുടെ. അഥവാ റീൽ എടുക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുന്ന അധ്യാപകരായി തുടങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ റിയലിൽ നിന്ന് വ്യത്യസ്തമാകാൻ പാടില്ല. റിയൽ ആയത് റീലാക്കാം, പക്ഷെ റീലിന് വേണ്ടി റിയാലിറ്റിയെ വളരെ
വളച്ചൊടിക്കുക. കുറച്ച് കട്ടാവുന്നുണ്ടോ? വോയിസ് കട്ടാവുന്നുണ്ടോ? ഇടയ്ക്ക് സ്റ്റക്കായി പോയി. ഇപ്പൊ ശരിയായോ? ഇപ്പൊ റെഡി. ഓക്കെ. ഇതെന്താ ഈ ഫാത്തിമ ഫർസാന ജോയിൻ ആകാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്? ഫർസാന വന്നാണോ? അഡ്മിറ്റ് ആവാൻ സാർ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, എന്നെ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. അതങ്ങനെയാണ്. ഞാൻ അവിടുന്ന് പോന്നാ പിന്നെ ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്തം കുറവുണ്ട്. ഒരു 3 ആളെ ഞാൻ ഏൽപ്പിച്ചിക്കണ്. പക്ഷെ അവർക്ക് റെസ്പോൺസിബിലിറ്റി, ടീച്ചേഴ്സിന്റെ അടുത്തൊരു ക്വാളിറ്റി ആണ് ഷുഡ് ബി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, അതുപോലെ കുറവാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു സാർ. അല്ല, കുറച്ചൊക്കെ കാത്തുനിന്നാണ് ഇവിടെ നമ്മുടെ ക്ലാസ് കയറാനേ. നമ്മുടെ ക്ലാസ് ആണ് കുറച്ചുകൂടെ ഒക്കെ നിലവാരമുള്ള ക്ലാസ് ആണ്. വെറുതെ ഇങ്ങനെ വന്നാലാണ് കയറി പോകാൻ പറ്റൊന്നുമില്ല. 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന നല്ലതാണ്. അപ്പം ഗുഡ് റോൾ മോഡൽ പറഞ്ഞു, ഫെയ്ത്ത്ഫുൾ ആവണം. അഥവാ നമ്മുടെ സ്ഥാപനം, നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ സബ്ജക്ട്, ഇതിലൊക്കെ നമുക്കൊരു ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, അതല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അതില്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥ, നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് 5 ദിവസത്തേക്ക് നിലവാരമില്ല, അല്ലെങ്കിൽ ഒരു ഇതില്ല, ഒരു കമ്മിറ്റ്മെന്റ് തോന്നുന്നില്ല. പിന്നെ നമ്മളെ വർക്കിംഗ് മൊത്തത്തിൽ ബാധിക്കൂലേ? ബാധിക്കും. നിങ്ങൾ യെസ് എന്ന് ഞാൻ പറയാം കേട്ടോ, കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് ഇങ്ങനെ നിങ്ങൾ ഒരു സൂചന എന്നാ പിന്നെ എനിക്കതൊരു ഇതാണ്. ദെൻ ഇൻവോൾവ് ഹിംസെൽഫ് ഫുള്ളി ഇൻ ഓൾ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്. സ്കൂളിന്റെ ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും നമ്മളിങ്ങനെ പാറി നടക്കണം, അല്ലെ? ആർട്സ് ആണെങ്കിലും എന്തൊക്കെ സ്കൂളിന്റെ പ്രോഗ്രാംസ് ഉണ്ടാവാം? ഡേ സെലിബ്രേഷൻസ്, ആനുവൽ ഡേയ്സ്, പിന്നെ ഫുഡ് ഫെസ്റ്റ്. ഇങ്ങനെയുള്ള ഈ ആർട്സ്, സ്പോർട്സ്, ആനുവൽ ഡേ, ഫുഡ് ഫെസ്റ്റ്, പിന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന് വിളിക്കുന്ന പേരെന്താ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നാണ് പറയുക കേട്ടോ. അതുപോലെ തന്നെ ട്രീറ്റിംഗ് ഓൾ സ്റ്റുഡൻസ് ഈക്വലി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, എല്ലാവരും ഈക്വൽ ആയിട്ട് കാണാൻ കഴിയണം എന്നുള്ളത്. അതുപോലെ റെസ്പെക്ടിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ സ്കൂളിന്റെ നിയമങ്ങളെ കൃത്യമായി അനുസരിക്കാൻ കഴിയുക. ഒബേയിങ് ദ ഓർഡേഴ്സ് ഓഫ് സുപ്പീരിയേഴ്സ്, പ്രിൻസിപ്പളോ ഡിപ്പാർട്ട്മെന്റ് ഹെഡോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ അനുസരിക്കാം. അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുക. പിന്നെ മീനിങ് ഓഫ് ടീച്ചേഴ്സ് പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റി ആണ്. എന്താ ശരിക്കും ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹലോ, നമ്മള് സ്റ്റുഡൻസിനോട് അക്കൗണ്ടബിൾ ആവുക, ഒരു തരം റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളൊരു, എങ്ങനെ മലയാളം അറിയില്ല, റെസ്പോൺസിബിലിറ്റി എന്നല്ല, പക്ഷെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റെസ്പോൺസിബിൾ ആവുക എന്നുള്ള രീതിക്ക്. റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗമാണ്. വേറെ എന്തൊക്കെയാണ് കൂടെ ഉണ്ടാവാ? ബാധ്യത എന്നാണോ? ബാധ്യത അല്ല, പോസിറ്റീവാണ്. ബാധ്യത നമ്മൾ നെഗറ്റീവ് ടേം അല്ലേ? നമ്മളൊരു കാര്യം ഏൽപ്പിച്ച് അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നൊക്കെ പറയില്ലേ? ബാധ്യസ്ഥരാവുക, കമ്മിറ്റഡ് ആവുക, അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആവുക, സിൻസിയർ ആവുക, അതെല്ലാം കൂടി കൂട്ടിച്ചേർന്നൊരു വാക്കാണ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, അത് മൂന്നും കുറച്ച് കണക്റ്റഡ് ആണ്. സോ റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻ, അസൈൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓൾസോ. നമുക്ക് ഡ്യൂട്ടി കിട്ടിയാൽ അത് കൃത്യമായി ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം, അല്ലെ? അതുപോലെ നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ടീച്ചിങ്, നമ്മുടെ ക്ലാസ്, നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ് റൂം, എല്ലാത്തിനെയും ഒരു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അതുപോലെ അക്കൗണ്ടബിൾ ഫോർ ദ പുവർ പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻസ്. ശരിക്കും കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ, അല്ലെ, കുട്ടികൾ സാധാരണ പറയാറുണ്ട്, ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, ഒരു കുട്ടി തോറ്റാൽ അത് ആ അധ്യാപകൻ തോറ്റു എന്നതാണ് അർത്ഥം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? 50% ഒക്കെ പറയാം. 50%? ഒരു പരിധി വരെ പറയാൻ പറ്റുള്ളൂ സർ, പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ A+ കിട്ടിയത് ഇങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും കിട്ടില്ല. അപ്പൊ അതും ഇങ്ങനെ മേന്മയായിട്ട് പറയാൻ പറ്റില്ല. തോൽക്കുന്നതും കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ, എല്ലാവരും തോൽക്കില്ല. അപ്പൊ അതും ഒരു ഫോൾട്ട് ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു പകുതിയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കുട്ടിയിലെ കൃത്യമായി പഠിക്കണം, അല്ലെങ്കിൽ അവന് കഴിവ് അനുസരിച്ച്
പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു അധ്യാപകൻ ചെയ്യാവുന്ന ഏറ്റവും ദ ബെസ്റ്റ് സൊല്യൂഷൻ എന്താ, അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്താ? ഒരു കുട്ടിനെ അവന്റെ കഴിവിന്റെ അത്ര പഠിക്കുന്നതിലേക്ക് എത്തിക്കാൻ ഒരു അധ്യാപകന് ചെയ്യാവുന്ന ദ ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ദ ബെസ്റ്റ് സ്ട്രാറ്റജി എന്താ? മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തൂടെ? മോട്ടിവേറ്റ് ചെയ്യുന്നത് ചെയ്യാം. വേറെ ഉണ്ടോ? സ്റ്റാൻഡേർഡ് ഉയരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ടെസ്റ്റ് നടത്തിയിട്ട് പിന്നെ നമ്മൾ ഉയർത്താൻ വേണ്ടി, ആ കുട്ടി കൃത്യമായി പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ കുട്ടിന്റെ പഠനത്തിന് വേണ്ടി ടീച്ചർക്ക് ചെയ്യാവുന്നത് പല ആൻസേഴ്സ് ഉണ്ടാവും. എന്റെ ഒരു ആൻസർ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് എന്റെ ഒരു ഭാഗം. പിന്നെ മോട്ടിവേഷനും ഫോളോ അപ്പ് ഒക്കെ എന്റെ ഭാഗമാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ പക്ഷെ എല്ലായ്പ്പോഴും പോസിബിൾ ആയിക്കൊള്ളണമെന്നുണ്ടോ? സ്ട്രെങ്ത് എല്ലായ്പ്പോഴും പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ആരൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാണ് ബാക്കിലേക്ക് പോണത്, ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്യണത്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ആ ക്ലാസ് റൂമിന്റെ സ്ട്രാറ്റജിന്റെ അടിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇനി ഈ അക്കൗണ്ടബിലിറ്റി രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് സ്റ്റുഡൻസ്. കാരണം സ്റ്റുഡൻസിന്റെ റെസ്പോൺസിബിലിറ്റി ടീച്ചർ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അവരുടെ അച്ചീവ്മെന്റ്സ്, അവരുടെ പ്രൊഫഷ്യൻസി, അവരുടെ സ്കില്ലുകൾ, അതാണ് ഒന്ന്. രണ്ട്, അക്കൗണ്ടബിലിറ്റി ടുവേർഡ് ദ കമ്മ്യൂണിറ്റി ആണ്. കാരണം ഒരു നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, നല്ല കോഡ് ഓഫ് കണ്ടക്ട് ഉള്ള, അതുപോലെ തന്നെ റൂൾസ് റെസ്പെക്ട് ചെയ്യുന്ന, റെഗുലേഷൻസ് കീപ്പ് ചെയ്യുന്ന, നല്ല മൊറാലിറ്റി ഉള്ള, നല്ല ഒബീഡിയൻസ് ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതും നമ്മുടെ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ് രണ്ട് അക്കൗണ്ടബിലിറ്റി അതിൽ പറയുന്നത്. ഇനി ഡയമെൻഷൻസ് ഓഫ് ടീച്ചേഴ്സ് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റിയിൽ ഇമ്പോർട്ടന്റ് ഡയമെൻഷൻസ് ഓഫ് ടീച്ചേഴ്സ് പ്രൊഫഷണൽ എത്തിക്സ് ആണ് അതിൽ പറയുന്നത്. റിലേറ്റഡ് ടു ടീച്ചേഴ്സ് പെർഫോമൻസ് ആൻഡ് പ്രാക്ടീസ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം മൊത്തം പോയിന്റ്സ് ഇത് കൊടുത്തതാണ്. അപ്പോ ഇങ്ങനെയല്ലേ ഈ 5 പോയിന്റ്സും അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഉള്ള ഭാഗം ഉണ്ടെങ്കിൽ പ്രത്യേകം നോക്കണം. എസ്സേക്ക് വരെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടാവും കേട്ടോ. സോ റിലേറ്റഡ് ടു ടീച്ചേഴ്സ് പെർഫോമൻസ് ആൻഡ് പ്രാക്ടീസ്. ടീച്ചറുടെ പെർഫോമൻസിലും പ്രാക്ടീസിലും എന്താണ് ടീച്ചർ ചെയ്യേണ്ടത്? സ്റ്റുഡൻസിന്റെ ഭാഗത്ത് കൊളീഗ്സുമായി ബന്ധപ്പെട്ട്, ഹയർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട്, പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ 5 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ടീച്ചർക്ക് എത്രത്തോളം എത്തിക്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്, അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഭാഗങ്ങളാണ് ഇനി പറയാൻ പോണത്. അപ്പൊ ഒന്ന് റിലേറ്റഡ് ടു ടീച്ചേഴ്സ് പെർഫോമൻസ് ആൻഡ് പ്രാക്ടീസ് ആണ്, അഥവാ ടീച്ചറുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്നത് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഒന്ന്, കണ്ടിന്യൂലി എക്സിബിറ്റിംഗ് ഹിസ് ടീച്ചിങ് കോമ്പിറ്റൻസി. കൃത്യമായി നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ ടീച്ചിങ് കോമ്പിറ്റൻസി, ടീച്ചിങ്ങിലെ നമ്മുടെ കഴിവ് എക്സിബിറ്റ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. രണ്ട്, പ്രൊട്ടക്ട് ദ ഡിഗ്നിറ്റി ഓഫ് ദ ടീച്ചിങ് പ്രൊഫഷൻ ബൈ റെസ്പെക്ടിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ടീച്ചിങ്ങിനെ ഒരു പ്രൊഫഷനായി കാണുകയും അതിന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുകയും അതിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആസ് എ ടീച്ചർ നമ്മൾ ഒബേ ചെയ്യുകയും വേണം. മൂന്ന്, ഹാവിങ് ഗുഡ് ഫിസിക് ആൻഡ് ഹെൽത്തി മൈൻഡ്. അല്ലെ, നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നല്ലൊരു മൈൻഡ്, ഒരു ഹെൽത്തി മൈൻഡ്, ഒരു പ്ലസന്റ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പ്ലസന്റ് ബിഹേവിയർ ടീച്ചർക്ക് ഉണ്ടാവണം. 4, ജോയിനിങ് ദ ടീച്ചിങ് പ്രൊഫഷൻ വിത്ത് ഓൾ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽസ്. ഒരു ടീച്ചർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തണം. അത് മിനിമം ക്വാളിഫിക്കേഷൻ അല്ല നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, മാക്സിമം ക്വാളിഫിക്കേഷൻ ആണ്. ഒരു ടീച്ചറിന്റെ മാക്സിമം ക്വാളിഫിക്കേഷൻ എന്താ? ഹൈസ്കൂൾ ടീച്ചറുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? ഹൈസ്കൂൾ ടീച്ചറുടെ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി പ്ലസ് ബി.എഡ് വിത്ത് ഡിഗ്രി. ഡിഗ്രി പറയേണ്ട ആവശ്യമില്ല, കാരണം ഡിഗ്രി ഇല്ലാതെ ബി.എഡ് കിട്ടില്ല. B.Ed plus set. ബി.എഡ് പ്ലസ് കാറ്റഗറി 3. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞതാണ്, ചർച്ച ഉണ്ടായിരുന്നു. ബി.എഡ് വിത്ത് കാറ്റഗറി 3 ആണ് നിർബന്ധമായിട്ട് മിനിമം. അപ്പൊ ചോദിക്കട്ടെ, മാക്സിമം ക്വാളിഫിക്കേഷൻ എന്താ? PG. നോ. പോസ്റ്റ് ഡോക്ടറേറ്റ് ഡിഗ്രി. ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അഥവാ റിസർച്ച് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റില്. ആരാടെ പാട്ടുണ്ട്? ഓക്കെ, ദെൻ സീക്കിംഗ് പ്രൊഫഷണൽ ഗ്രോത്ത് കണ്ടിന്യൂസ്ലി എന്നുള്ളതാണ്
ത്രൂ സ്റ്റഡി ആൻഡ് റിസർച്ച്. പ്രൊഫഷണൽ ഗ്രോത്ത് നമ്മൾ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് പറഞ്ഞതാണ്. ദെൻ റിഫ്രെയിനിങ് ഫ്രം ആക്ടിങ് അഗെയിൻസ്റ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ റൂൾസിനെതിരെ പ്രവർത്തിക്കാതിരിക്കുക, സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ യൂട്ടിലൈസിംഗ് ദ ഫണ്ട് ഗിവൻ ടു ഹിം ഓണസ്റ്റ്ലി ആൻഡ് സബ്മിറ്റിംഗ് ദ അക്കൗണ്ട് വിത്ത് പ്രോപ്പർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. അഥവാ യൂട്ടിലൈസിംഗ് ദ ഫണ്ട് പ്രോപ്പർലി. ചുരുക്കി പഠിച്ചാൽ മതി, നമുക്ക് എന്തെങ്കിലും ഫണ്ട് കിട്ടുകയാണെങ്കിൽ, ഏതെങ്കിലും ഫണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പറായി കൈകാര്യം ചെയ്യാം. അതുപോലെ അവോയ്ഡിങ് മേക്കിംഗ് യൂസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗുഡ് വിൽ ആൻഡ് അതോറിറ്റി ഓഫ് ഹിസ് പോസ്റ്റ് ടുവേർഡ്സ് ഹിസ് പേഴ്സണൽ ഗെയിൻ. ഒരിക്കലും നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പൈസയോ അല്ലെങ്കിൽ വസ്തുക്കളോ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അടുത്തത് പറഞ്ഞത്. അപ്പോ നമ്മുടെ പെർഫോമൻസിൽ നമ്മൾ നിർബന്ധമായും കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ പറഞ്ഞത്. ഇനി സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടാണ് യൂസ് ഓഫ് വേരിയസ് ടീച്ചിങ് ടെക്നിക്സ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ്. ടീച്ചിങ് എയ്ഡ്സ് കൃത്യമായി ഉപയോഗിക്കുക, ടീച്ചിങ് ടെക്നിക്സ് കൃത്യമായി എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഇനി ഇതിലിങ്ങനെ നമ്മൾ പറഞ്ഞു തന്നെ മുമ്പേ പറഞ്ഞു തന്നെ ഇങ്ങനെ പറയും കേട്ടോ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് അസസ്മെന്റ് നടത്തുക, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. കുട്ടികളുടെ അസസ്മെന്റ് നടത്തുക എന്താണെന്ന് അറിയില്ലേ? കുട്ടികളെ അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? അതെങ്ങനെയെന്ന് അറിയൂലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാത്തവരുണ്ടോ? കുട്ടികളെ എങ്ങനെ അസസ് ചെയ്യാൻ അറിയാത്തവരുണ്ടോ? ഇല്ല. ഞാൻ ഉണ്ടായ അവിടെ അടികരം. 2, ട്രീറ്റിംഗ് ഓൾ ദ സ്റ്റുഡൻസ് വിത്ത് ഡിഗ്നിറ്റി. അല്ലെ, കുട്ടികളെ നമ്മൾ ശരിക്കും റെസ്പെക്ട് ചെയ്യണം. അഥവാ നമ്മുടെ ക്ലാസ്സിൽ 52 കുട്ടികളുണ്ടെങ്കിലേ നമുക്ക് ആ ക്ലാസ്സിൽ ആ 52 കുട്ടികളോട് എത്ര കുട്ടികളോട് നമുക്ക് റെസ്പെക്ട് തോന്നുക? അഥവാ നമുക്ക് അവരോടൊരു റെസ്പെക്ട് തോന്നുന്ന എത്ര കുട്ടികളോടായിരിക്കാം പൊതുവെ? അത് വലിയ നന്നാക്കി നോർമലി ഒരു പഠിക്കുന്ന കുട്ടികളെ ആയിരിക്കാം കൂടുതലും അധ്യാപകർ കുട്ടികള്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികള്, അവരോടൊക്കെ നമുക്കൊരു റെസ്പെക്ട് കീപ്പ് ചെയ്യും. പക്ഷെ നമ്മള് ഉള്ളിൽ നമ്മളിപ്പോൾ പറയേണ്ടത് വെച്ചാല്, എന്റെ മുന്നിൽ 52 കുട്ടികളുണ്ടെങ്കിൽ 52 പേർക്കും എന്തുണ്ട്? ഒരു സെൽഫ് ഉണ്ട്, ഒരു ഹ്യൂമാനിറ്റി ഉണ്ട്, അഭിപ്രായങ്ങൾ ഉണ്ട്, അല്ലെ, അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ. അതുപോലെ തന്നെ നോട്ട് ഡിസ്ക്ലോസിങ് എനി കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. അഥവാ കുട്ടികൾ നമ്മളെ നമ്പിക്കാണ്ട് നമ്മോട് പറയാം, നമ്മൾ ഷെയർ ചെയ്യൂല എന്ന് കരുതി നമ്മോട് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു സീക്രട്ട് അവർ പറഞ്ഞാല് അത് കോൺഫിഡൻഷ്യൽ ആക്കി വെക്കുക, അത് സീക്രട്ട് ആക്കി തന്നെ വെക്കുക. അവർ ചോദിക്കട്ടെ, ഒരു കുട്ടി ഇപ്പം ഒരു 8ാം ക്ലാസ്സോട് പറയാണ്, ടീച്ചറെ ഞാന് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ ആരോടും പറയതട്ടോ, എന്താ ചെയ്യാം? അപ്പൊ തന്നെ വിളിച്ചു പറയും. എന്നെ വൈകുന്നേരം സ്കൂളിൽ പോകുമ്പോ ഒന്ന് പ്രത്യേകം ഒന്ന് കാണും. അല്ല ശരിക്കും അവളെ ഇതെന്താ നമ്മള് പറയാതിരിക്കല്ല, പക്ഷെ ആരുടെ അടുത്ത് പറയണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളിത് പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയണോ, പാരന്റിന്റെ അടുത്ത് പറയണോ, പോലീസ് പറയണോ? പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയണ്ട. പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഡിസ്മിസലും ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിക്കല്ലേ പോവുള്ളൂ. അതിന്റെ ആ ഒരു സീക്രസി, ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടാം. എല്ലാവരും അറിയാം, എല്ലാവരുടെ ഈ കുട്ടി പിന്നീട് നമ്മൾ പ്രിൻസിപ്പൽ അടുത്ത് പറഞ്ഞില്ല, ഈ കുട്ടിയെ നാളെ കഞ്ചാവിന്റെ കേസ് പിടിച്ചു, പോലീസ് സ്കൂൾ വന്നു, അപ്പൊ കുട്ടി പറയാണ് ഞാൻ ടീച്ചറോട് പറഞ്ഞു എന്നാണ് പ്രിൻസിപ്പൽ കൂടെ എന്താ പറയാ? സാർ, ആദ്യം തന്നെ സ്കൂളിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പളിനോട് പോയി പറയണം. ഇവിടെ 2 വാദയില്ലേ? ആദ്യം പറഞ്ഞു പ്രിൻസിപ്പളോട് പറയരുത്, രണ്ടാമത്തെ ആളാരാ? ഞാൻ ഇർഫാന. ഇർഫാന പറഞ്ഞു പ്രിൻസിപ്പളോട് പറയണം. ഇത് മലപ്പുറവും എറണാകുളം തമ്മിലല്ലയോ? വേറെ അഭിപ്രായം എല്ലാവർക്കും? അഥവാ ആ ഒരു പ്രശ്നത്തിന്റെ സീരിയസ്നെസ് അനുസരിച്ച് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി, അഥവാ സിമ്പിൾ ആയ സാധനമാണ്, അത് കൂടുതൽ എഫക്ട് ചെയ്യൂല, ഭാവിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യാം. ഇത്തരം കേസസ് ഒക്കെ പ്രിൻസിപ്പാളോട് ഡിസ്കസ് ചെയ്യണം. പ്രിൻസിപ്പാളും പറയണം അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് കുട്ടി പറഞ്ഞതാണെന്ന് പറയണം. കാരണം അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും, അറിയോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കുടുങ്ങിപ്പോവും. അതാണ്. അപ്പം പ്രിൻസിപ്പൾ പറയും എന്നാ പാരന്റ്സിനെ അറിയിക്കണം, അല്ലെങ്കിൽ അറിയിക്കണ്ട. എന്താ വെച്ചാല് അവരുടെ കൂടെ ആ സ്ഥാപനത്തിന്റെ തീരുമാനമാക്കി മാറ്റുക. പിന്നെ എന്ത് പ്രശ്നം വന്നാലും പ്രിൻസിപ്പൾ ആയിട്ടോളൂ. ഓക്കെ. അതുപോലെ തന്നെ ഇൻ കേസ് ആ പ്രിൻസിപ്പള് ഒരു അത് മൊത്തത്തിലാകെ ഒരു പ്രശ്നമാക്കി ഒരു ഡിസ്മിസിൽ അങ്ങനെ ആക്കി ആ കുട്ടി എന്തെങ്കിലും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലോ?
ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ നമ്മള് എല്ലാ പരിണിതഫല പ്രിൻസിപ്പൾ ആയിരുത്തോളും. നമ്മൾ ഏറ്റെടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇല്ല, പ്രിൻസിപ്പലിനോട് ആദ്യം പറയണം ഇത് കോൺഫിഡൻഷ്യൽ ആണ്, മറ്റുള്ളവർ അറിയരുതെന്ന്. അപ്പൊ സാർ കുറച്ച് പ്രിൻസിപ്പൾ ബോധമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂല. ഓക്കെ. ഇനി അങ്ങനെ ചെയ്താലും അതിന്റെ പരിണിതഫലം പ്രിൻസിപ്പൾ അനുഭവിക്കുക. കാരണം നമുക്ക് പേഴ്സണലി അത് ഏറ്റെടുക്കാൻ കഴിയില്ല. ഓക്കെ. പിന്നെ അടുത്തത് സേഫ് ഗാർഡ് ദ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. കുട്ടികളുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തണം. അവരുടെ ഹെൽത്ത് അല്ലെ, അവരുടെ മെന്റൽ ഹെൽത്ത് ആണ് പ്രധാനപ്പെട്ടത്. ഫിസിക്കൽ ഹെൽത്ത് എല്ലാവരും ശ്രദ്ധിക്കും, പക്ഷെ മെന്റൽ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതൊരു വീക്ക് പോയിന്റ്. ആ ശ്രദ്ധിക്കാൻ ടീച്ചേഴ്സിന് അറിയൂല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ റിപ്പോർട്ടിംഗ് ദ സ്റ്റുഡൻസ് അച്ചീവ്മെന്റ്സ് ആൻഡ് ബിഹേവിയർ ട്രൂത്ത്ഫുള്ളി. കുട്ടിക്ക് 10 മാർക്കാണ് 50 കിട്ടിയതെങ്കിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക. കുട്ടി ശ്രദ്ധിക്കണില്ല എങ്കിൽ അങ്ങനെ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് നല്ലതാണ്. മേക്കിംഗ് ഹിംസെൽഫ് അവൈലബിൾ ഫോർ ദ സ്റ്റുഡൻസ്, അഥവാ ടീച്ചേഴ്സിന്റെ സമയം കുട്ടികൾക്ക് അവൈലബിൾ ആവണം. പ്രത്യേകിച്ച് വർക്കിംഗ് ടൈമില് അഥവാ സ്കൂൾ ടൈമില് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഇനി കൊളീഗ്സുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ട്രീറ്റിംഗ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് ഇൻ ദ സെയിം മാനർ. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയണം. ഇത് നിങ്ങൾ പഠിച്ചോളി, പക്ഷെ ഒരു സ്റ്റാഫ് റൂമിൽ കാണാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ വിഭാഗീയത ഉള്ളത് സ്റ്റാഫ് റൂമുകളിലാണെന്നാണ് പറഞ്ഞേക്കാറുള്ളത്. അത് ശരിയാണ്. Okay, then refrain from sharing the confidential information of his colleagues with others. നമ്മൾ സ്റ്റാഫ് റൂമിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ പുറത്തിറങ്ങുമ്പോൾ കേൾക്കാൻ പാടില്ല. അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. അതുപോലെ തന്നെ അലിഗേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലേ, അഥവാ മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ കൊളീഗ്സിനെ കുറിച്ച് അലിഗേഷൻസ് പറയാതിരിക്കുക. ഉണ്ടെങ്കിൽ ഒന്നിച്ച് നിൽക്കുക, അഥവാ അവർ തെറ്റില്ലെങ്കിൽ കൂടെ നിന്ന് കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ നോട്ട് ഇൻഡൾജിങ് ഇൻ എനി ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് ദ ഫ്രീഡം ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് കൊളീഗ്സ്. നമ്മുടെ കൊളീഗ്സിന്റെ ഫ്രീഡവും അവരുടെ ഇൻട്രസ്റ്റിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ അതോറിറ്റിയാണ്. അതോറിറ്റിയോട് എന്താണ്, ഡിസ്ചാർജിങ് ഹിസ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് അക്കോർഡിംഗ് ടു ദ എക്സിസ്റ്റിംഗ് റൂൾസ്. അതോറിറ്റി കുറെ റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ആ റൂൾസ് അനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് റൂൾസ് അനുസരിച്ച് നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളോടൊന്ന് പോന്നു കൊടുക്കുക അല്ലെ എന്നുള്ളതാണ്. ദെൻ ഡിസ്ചാർജിങ് ദ ഡ്യൂട്ടീസ് എൻട്രസ്റ്റഡ് ടു ഹിം. നമുക്ക് തന്ന ഡ്യൂട്ടീസ് കൃത്യമായി നമ്മുടെ കപ്പാസിറ്റിന്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ ഞാൻ എനിക്ക് കിട്ടിയൊരു കോംപ്ലിമെന്റ് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ പിന്നെ വലുതാക്കാൻ വേണ്ടി പറയില്ല കേട്ടോ. കഴിഞ്ഞ ഞങ്ങളൊരു കോൺവെക്കേഷൻ വരാൻ പോകണം അപ്പൊ കോൺവെക്കേഷനിൽ പിന്നെ അതിന്റെ ഇങ്ങനെ ആർക്കൊക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് എന്നുള്ള ചർച്ച ഒരു കോമൺ മീറ്റിംഗ് വിളിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഡയറക്ടർ അവിടെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ അധ്യാപകരുടെ പേര് വന്നപ്പോ എന്റെ പേര് വന്നപ്പോ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ഞാൻ അവിടെ ഇല്ല എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇവർ പറഞ്ഞു, മാഷെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ചെയ്തോളും എന്നൊരു സെന്റൻസ് ഞാൻ ഇല്ല എന്ന് എഴുതി ഇവർ പറഞ്ഞു. ഞാനത് കേട്ടപ്പോ ഐ വാസ് ഡാഷ്. ബാക്കി പറയണ്ടല്ലോ. ഹലോ സർ. വേണ്ട സാർ, ഞങ്ങൾക്ക് മനസ്സിലായി. എന്നോട് അസൂയാണോ? എന്താ ഒന്നും യെസ് പറയാത്തെ? ഞങ്ങളിതാ മെസ്സേജിലൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, സാർ കാണാറ്റാ. ആരൊക്കെ കാണുന്നു? ഓക്കെ, ആർക്കിപ്പോ ഇടയിൽ ചെലവ് വേണ്ടപ്പോ എത്ര? കൊറേ ആയി എല്ലാവർക്കും മന്തി വാങ്ങിത്തരുന്നത്. അല്ല, ആരാ ആ ചെലവ് ചോദിച്ചാരാ? മുബീന. ആ, എനിക്ക് തരണ്ടേ? ഈ കാര്യം ചെയ്യ്, വൈകുന്നേരം നാളെ പറ്റൂല. ഈ അവിടെ മംഗളം ഒന്നോ ഇന്ന് വിളിച്ചാൽ മതി. ഞാൻ മംഗളം ഉണ്ട്. പിന്നെ ചെലവിനകത്ത് കിണറായി കേട്ടോ. ഞാൻ ചെലവ് തന്നിരിക്കും. അവിടെ വെയിറ്റ് ചെയ്ത് വിളിക്കണം. പിന്നെ അടുത്ത പോയിന്റ് ഇൻവോൾവ് ഹിംസെൽഫ് ആക്കിയാൽ. പിന്നെയുണ്ടല്ലോ, ഇൻവോൾവ് ഹിംസെൽഫ് വളണ്ടറിലി ഇൻ ദ പ്രോജക്ട് എക്സിക്യൂട്ടഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ സ്ഥാപനത്തിൽ പല പ്രൊജക്ടുകൾ ഉണ്ടാവും. അത് എഡ്യൂക്കേഷൻ പരമായിട്ട് പ്രൊജക്ടുകൾ ഉണ്ടാവും, കോ കരിക്കുലർ ആയിട്ടുണ്ടാവും. അങ്ങനെ പല ഡ്യൂട്ടീസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനോടൊക്കെ നമ്മൾ വളണ്ടറിലി അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുക, ഇൻവോൾവ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടക്ട് ഹിംസെൽഫ് ആസ് പെർ ഹിസ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ. നമ്മുടെ കടമ ഉണ്ടല്ലോ, നമുക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടീസ്, നമ്മുടെ ഒബ്ലിഗേഷൻസ്, അത് കൃത്യമായി കണ്ടക്ട് ചെയ്യുക, അതിനകത്ത് കൃത്യമായി ചെയ്യുക. അതുപോലെ തന്നെ ഗിവിംഗ് സഫീഷ്യന്റ് നോട്ടീസ് വെൻ ഹി വിഷസ് ടു റിസൈൻ ഫ്രം ഹിസ് പോസ്റ്റ്. റിസൈൻ ചെയ്യണോ? റിസൈൻ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? മുൻകൂട്ടി അറിയിക്കണം. ആ, നമ്മൾ 2 മാസം മുമ്പെങ്കിലും മുൻകൂട്ടി ഇങ്ങനെ ഞാൻ റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറയണം. കാരണം സ്ഥാപനത്തിൽ അല്ലേ?
അപ്പൊ അവിടെ അവരെ നമ്മൾ ഡിസ്കസ് ചെയ്യും, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായി കീപ്പ് ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യരുത്, ഞാനേ ഇന്നലെ മുതൽ അവിടുന്ന് പോകുന്നത് കേട്ടോ എന്ന് നാളെ വിളിച്ചു പറയരുത്. പക്ഷെ ഞാനൊരു സ്ഥാപനത്തിൽ അങ്ങനെ ചെയ്തത് കേട്ടോ, വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും അല്ലേ? അന്നത്തെ സാറിനൊന്നും പറഞ്ഞില്ല അവര്? എന്ത് പറയാനാ, ഞാൻ വരുന്നില്ല എന്നോട് എന്ത് പറയാനാ? നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ കുഴപ്പമില്ല. എന്താ അറിയോ, ഞാന് കോളേജ് മാറണം എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് സ്ഥാപനത്തിൽ നിന്ന് നമ്മളെ ഭീഷണിപ്പെടുത്താനാല് മാറണം ഉദ്ദേശിച്ച് ഞാൻ മറ്റൊരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചതാ. അപ്പോ ആ ഇന്റർവ്യൂ ഞാൻ പോകാതൊക്കെ വേണ്ടിയാണ്ട് എന്നാ പിന്നെ നിങ്ങൾ അങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അപ്പൊ തന്നെ നിർത്തിക്കോളിയും എന്നുള്ള നിലക്ക് സംസാരിച്ചു. നമുക്ക് ഇന്റർവ്യൂവിന് പോയാൽ കിട്ടുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂവിന് പോകണില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ഞാൻ എന്ത് ചെയ്താരോ, ആ ആഴ്ച ഇങ്ങനെ പോയിട്ട് അടുത്ത ആഴ്ച അവിടുന്ന് മറ്റൊരു കാര്യത്തിൽ ലീവ് എടുത്തിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ എനിക്ക് സെക്യൂർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി വരുന്നില്ല എന്ന്. പിന്നെ അവോയ്ഡിങ് ടേക്കിംഗ് ലീവ് ആസ് ഫാർ ആസ് പോസിബിൾ അല്ലെ, പരമാവധി ലീവ് എടുക്കുന്നത് കുറക്കുക. അത് നമ്മൾ സാധാരണ അധ്യാപകർ ഒക്കെ 15 ക്യാഷ് ലീവ് ഒക്കെ ഉണ്ടാവും പരമാവധി. അപ്പൊ അത് പരമാവധി ലീവ് എടുക്കാതെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിക്കിപ്പോ ഈ വർഷത്തെ 8 ലീവോളം ബാക്കിയുണ്ട്. അപ്പൊ അതിനിപ്പോ മിക്കവാറും ഇങ്ങനെ പോവാണെങ്കിൽ ലീവ് ബാക്കിയായിരിക്കും. അപ്പം ലീവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കന്നെ വേണം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇത് നമുക്കൊരു എത്തിക്സ് എന്നുള്ളവർക്ക് പറഞ്ഞതാണ് കേട്ടോ. ഇത് റിലേറ്റഡ് ടു പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ആണ്. സെൻഡിങ് റിപ്പോർട്ട് അബൌട്ട് ദ ലേണിംഗ് പ്രോഗ്രസ് ഓഫ് ദ സ്റ്റുഡൻസ് ടു ദെയർ പാരന്റ്സ്. എപ്പോഴും സ്റ്റുഡൻസിന്റെ ലേണിംഗ് പ്രോഗ്രസ് അവരെ പാരന്റ്സിനെ അറിയിക്കുക എന്നുള്ളതാണ്. അത് അറിയിക്കാൻ വേണ്ടി നമുക്കൊരു റെക്കോർഡ് ഉണ്ട്. അതിന് പേരെന്താ? പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലെ. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഓൾ പാരന്റ് ടീച്ചർ മീറ്റിംഗ്. പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് ചെയ്യില്ല, സ്റ്റുഡൻസിനെ കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഫോം ദ പാരന്റ്സ് ഓഫ് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. നമ്മൾ എന്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ് ഉണ്ടെങ്കിലും അതൊക്കെ പാരന്റ്സിനെ അറിയിക്കുക. അതുപോലെ തന്നെ റിഫ്രെയിനിങ് ഫ്രം ടേക്കിംഗ് പാർട്ട് ഇൻ എനി ആക്ടിവിറ്റീസ് വിച്ച് ടെൻഡ് ടു പ്രൊമോട്ട് ദ ഫീലിംഗ് ഓഫ് ഹേറ്റ്രഡ്. പാരന്റ്സിന് വെറുപ്പുണ്ടാക്കുന്ന സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അണ്ടർസ്റ്റാൻഡിങ് ദ റെസ്പെക്ടിങ് ദ കൾച്ചറൽ വാല്യൂ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ കൾച്ചറൽ വാല്യൂ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. കാരണം എന്താ അറിയോ, ഡിഫറെന്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഡിഫറെന്റ് കൾച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷോയിങ് കൺസേൺ ടു സ്റ്റുഡൻസ് ഇൻ ക്ലാസ് ബിലോങ്ങിങ് ടു ദ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അല്ലെ, നമുക്കറിയാം വീക്കർ സെക്ഷനിൽ വരുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് വരുന്ന കുട്ടികളുണ്ടാവും. അവരെ പ്രത്യേകം ഒന്ന് പരിഗണിക്കുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ പ്രത്യേകം ഒന്ന് മാനിക്കുക എന്നൊക്കെ പറയാം. അവിടെ ആ ഒരു ടോപ്പിക് അവിടെ കഴിഞ്ഞു. ഇനി ഉണ്ടല്ലോ കുറച്ച് റെക്കമെൻഡേഷൻസ് ഓഫ് വേരിയസ് നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ ആണ്. ഇതിൽ ഓരോ വർഷത്തിൽ വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഉണ്ടാവുക. NPE അല്ലെങ്കിൽ NPE. ഓക്കെ, അപ്പൊ അവരുടെ റെക്കമെൻഡേഷൻസ് ആണ്. അപ്പൊ അതില് കുറെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഒരേപോലെ സെയിം ആയിട്ട് ഉണ്ടാവുക. വർഷം നോക്കണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. ഒന്ന്, റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968. NPE 1968 ആണ്, 1968 പഴയതാണ് പഠിക്കാനുള്ളത് കേട്ടോ. സോ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയി പറഞ്ഞത് ഒന്ന്, റാഡിക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സ്ട്രക്ചറിങ് ഓഫ് എഡ്യൂക്കേഷൻ. അന്ന് ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ്. ഇതൊരിക്കലും ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യരുത്. 1968 1968 നമ്മളൊക്കെ അന്ന് എവിടെയാണ്? അന്ന് നമ്മളെവിടെ? നമ്മളൊന്നും പ്ലാനിങ് തന്നെ ഇല്ല, ചിത്രത്തിൽ തന്നെ ഇല്ല അല്ലെ. 2, ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. കാരണം അന്ന് എല്ലാവർക്കും എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൃത്യമായി കിട്ടാത്തതുകൊണ്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടണം എന്നൊക്കെയുള്ളതാണ് അന്നത്തെ ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രെങ്തനിങ് ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ, പരസ്പരമുള്ള ഐക്യം കൊണ്ടുവരണം. അച്ചീവിങ് ഗ്രേറ്റർ കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. കൾച്ചറിൽ വലിയ മാറ്റം ഉണ്ടാക്കണം. ആലോചിക്കണം, 1968 നമ്മൾ ഇതൊക്കെ സ്വപ്നം കണ്ടതാണ്. നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യണം, എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. ബൈ ഈക്വലൈസിങ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം. അപ്പൊ വിദ്യാഭ്യാസം എന്നുള്ളത് അന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട എന്തായിരുന്നു, ലക്ഷ്യമായിരുന്നു. ഇനി അവരുടെ മെയിൻ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. NPE 1968. ഒന്ന്, പ്രൊവൈഡിങ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 14.
അല്ലെ? 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇന്ന് പ്രൊവൈഡ് ചെയ്യണമെന്ന നിയമല്ലേ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. 2, എൻഹാൻസിങ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് കൃത്യമായ ക്വാളിഫിക്കേഷൻ വേണം. പണ്ടൊക്കെ അല്ലേ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ടീച്ചറായിരുന്നു, അറിയോ? വളരെ പണ്ട്. വളരെ പണ്ട്. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞാൽ നേരെ TTC ചെയ്താണ്ട് ടീച്ചറായിരുന്നു, അറിയോ? പണ്ട് PG കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫസർ ആവായിരുന്നു. അതിപ്പോഴും ആവാ, കിട്ടിയാ മതി. നെറ്റൊക്കെ വേണ്ടേ? അന്ന് നെറ്റൊന്നും ഇല്ലാണ്ട് PG കഴിഞ്ഞിട്ട് പ്രൈവറ്റ് കോളേജിൽ ഇപ്പോഴും കയറാം. പ്രൈവറ്റ് കോളേജിൽ ഇപ്പോഴല്ല, കുറച്ച് മുമ്പേ കയറാം. ഓക്കെ. 3, സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് അഡോപ്റ്റ് ദ 3 ലാംഗ്വേജ് ഫോർമുല. റീജിയണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി അഥവാ 3 ഭാഷ കുട്ടി പഠിക്കണം എന്ന്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് അത് മദർ ടങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. then ഇംഗ്ലീഷും പഠിക്കണം, ഹിന്ദിയും പഠിക്കണം. ഇപ്പൊ നമ്മള് പിന്നെ അറബിക്കും ബാക്കി സബ്ജക്റ്റ് ഒക്കെ പഠിച്ചു വരുന്നുണ്ട്. ഓൺലി ത്രൂ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ദ ഗൾഫ് ബിറ്റ്വീൻ ഇന്റലിജൻഷ്യ ആൻഡ് മാസസ് കുഡ് ബി റെഡ്യൂസ്ഡ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് ഇന്റലിജൻഷ്യ. എന്താ ഇന്റലിജൻഷ്യ അറിയോ? ബുദ്ധിയുള്ള ആൾക്കാരല്ലേ? വിദ്യാഭ്യാസമുള്ള ആൾക്കാര്, വിവരമുള്ള ആൾക്കാര്. നമ്മള് മനസ്സിലായില്ലേ? എഡ്യൂക്കേഷൻ കൊണ്ടേ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആളുകള്, ഓക്കെ, അവരും മാസസ് സാധാരണക്കാരെ അല്ലെങ്കിൽ ജനങ്ങളും തമ്മിലുള്ള ആ ഒരു ഗൾഫ്, ആ ഒരു ഗ്യാപ്പ് കുറക്കണമെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണമെന്ന്. കാരണം വിദ്യാഭ്യാസം ഉള്ളവരും ഇങ്ങനെ കുറെ മുന്നിലും അല്ലാത്തവരൊക്കെ കുറെ ബാക്കിലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു ഡിഫറൻസ് കുറയണം എന്നുള്ളതാണ്. ദ ലേണിംഗ് ഓഫ് ഹിന്ദി ഈസ് ടു ബി എൻകറേജ്ഡ്. ഹിന്ദി പഠിക്കണം. ഇതിന് എത്ര ഹിന്ദി അറിയാം? ഹിന്ദി സംസാരിക്കാൻ അറിയുന്നവരുണ്ടോ? വായിക്കാനൊക്കെ വായിക്കാനല്ല, സംസാരിക്കാൻ അറിയുന്നവരുണ്ടോ? മനസ്സിലാവും സാർ, കേട്ടാ മനസ്സിലാവും. കുറച്ച് പറയൂ. ഞങ്ങള് ഡൽഹിക്ക് ടൂർ പോകുമ്പോഴേ അവിടെ കാര്യമായിട്ട് ഹിന്ദി ആണല്ലോ. എന്നിട്ട് നമുക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. എന്നിട്ട് ഓരിങ്ങനെ ചോദിക്കും, നിങ്ങള് ഹിന്ദിക്കാരനല്ലേ, എനിക്കെന്താ ഹിന്ദി അറിയാത്തത്, നിങ്ങളെന്താ ഹിന്ദി പഠിക്കാത്തത് എന്നൊക്കെ ചോദിച്ചാണ്. ഇങ്ങനെ അതുപോലെ നമ്മൾ ഭയങ്കരമായി പുച്ഛിക്കും. ആ പുച്ഛിക്ക് നമുക്ക് മനസ്സിലാവും. കാരണം പോലെ എക്സ്പ്രഷനും ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾ മനസ്സിലാവും. ദ ടീച്ചിങ് ഓഫ് ആൻഷ്യൻ സാൻസ്ക്രിത് ലാംഗ്വേജ്. അതുപോലെ തന്നെ സംസ്കൃതം പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മറ്റൊരു മെയിൻ ഫീച്ചർ. അതുപോലെ തന്നെ കോൾഡ് ഫോർ സ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ ടു ഇൻക്രീസ് ടു 6% ഓഫ് നാഷണൽ ഇൻകം. വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യണം? നമ്മുടെ നാഷണൽ ഇൻകം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എന്താ ഈ നാഷണൽ ഇൻകം? ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വരുമാനം, ആ ഒരു ഇതിനെന്താ പറയാ? Per capita income. Per capita income കൂട്ടണം. Then science and mathematics should be given priority. സയൻസും മാത്സും പഠിപ്പിക്കണം എന്നൊക്കെയാണ്. അതിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കണം സ്കൂളിലെ. അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ 1968 ഇനിയുണ്ട്. അതുപോലെ തന്നെ റിവ്യൂ ഓഫ് അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് അതർ ടെക്നിക്കൽ മാൻ പവർ നീഡ്സ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിനുള്ള ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾക്കും എന്തൊക്കെ നീഡ്സ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് കണ്ടിന്യൂസ്ലി ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഒരു കുട്ടി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും ടെക്നോളജിയും എല്ലാ മേഖലയിലും ബാലൻസ്ഡ് ആയിട്ട് ഒരു എംപ്ലോയ്മെന്റിന് പറ്റുന്ന രൂപത്തിലേക്ക് അവർ വരണമെന്നാണ്. അതുപോലെ തന്നെ ദ ക്വാളിറ്റി ഓഫ് ബുക്ക് ഷുഡ് ബി ഇംപ്രൂവ്ഡ്. ബുക്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആകണം. Special attention should be given to books for children and to university level book in regional language. ഓരോ റീജിയണൽ ലാംഗ്വേജിലുള്ള ബുക്സ്, യൂണിവേഴ്സിറ്റി തലം വരെയുള്ള ബുക്സുകളുടെ അതിന് പ്രത്യേകം ഒരു അറ്റൻഷൻ കൊടുക്കണം. അതുപോലെ ഇംപ്രൂവ് ദ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് എക്സാമിനേഷൻ. പരീക്ഷ വളരെ സ്ട്രോങ് ആയി നടത്തണം, അല്ലെ? അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇന്ന് പരീക്ഷന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ഒരു SSLC പരീക്ഷ, അങ്ങനെ പ്രധാനപ്പെട്ട പരീക്ഷകളെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുതാ? ഇപ്പൊ SSLC പരീക്ഷ നല്ല ടഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെയും ഈസി ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നുകൂടി തിരിച്ചു നടക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കുക എല്ലാവരും പാസ്സാവും എന്നുള്ളൊരു ടൈം വന്നിരുന്നു. കുറെ കാലം വന്നു. പക്ഷെ ഇപ്പൊ അതിന് ബാക്കിലേക്ക് വെക്കുന്നുണ്ട്, വെച്ചാൽ നല്ലത്. പക്ഷെ അങ്ങനെ പാസ്സായോലും ഇനി പാസ്സാകാത്തോലൊക്കെ തമ്മിലാണ് കോമ്പറ്റീഷൻ നടക്കാൻ പോണേ. കുട്ടികളാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഇത്തരം ചാബല്യങ്ങൾക്ക്
ഇരകളാകുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഫുൾ ടൈം സ്റ്റുഡൻസ് ടു ബി അഡ്മിറ്റഡ് ടു കോളേജ്, അഥവാ റെഗുലർ വിദ്യാർത്ഥികളെ, കുട്ടികൾ ഫുള്ളായിട്ട് സ്കൂളിൽ നിൽക്കുന്ന സമ്പ്രദായം ഉണ്ടാവണം. ഇന്ന് പതൊക്കെ പറയുമ്പോൾ എന്ത് പതൊക്കെ തോന്നിപ്പോവും. പണ്ടേ കുട്ടികൾ, ഈ പെൺകുട്ടികളും അല്ലെങ്കിൽ കുറെ കുട്ടികൾ സ്കൂൾക്ക് വരാത്തതുകൊണ്ടേ റെഗുലർ സ്കൂളിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ പാർട്ട് ടൈം എഡ്യൂക്കേഷൻ ആൻഡ് കറസ്പോണ്ടന്റ് കോഴ്സ് ഷുഡ് ബി ഡെവലപ്ഡ്. നമ്മളെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും പാർട്ട് ടൈം എഡ്യൂക്കേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി 19 ഓക്കെ, അതിന്റെ ബാക്കിയാണ്. Then every effort should be made not only to protect the right of minorities but to promote their education interest. മൈനോറിറ്റിനെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രം പോരാ, മൈനോറിറ്റിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, അവർക്ക് അവസരങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് അടുത്തത്. 16ാമത് പറയുന്നത് നമ്മുടെ സ്കൂൾ പാറ്റേൺ 10+2+3 എന്നതിലേക്ക് മാറണം അല്ലെ. 10ാം ക്ലാസ്, പിന്നെ +1 +2, ദെൻ ഡിഗ്രി 3 വർഷം. ഇപ്പോ എന്താണ് അവസ്ഥ? 10+2+4 10+2 മാറിയില്ലേ? 12 ഒന്നിച്ചാവാൻ പോവല്ലേ? +1 +2 ഒക്കെ സ്കൂളിലേക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് വരികയാണ്. ഡിഗ്രി 3 വർഷമുള്ളത് 4 വർഷത്തേക്ക് പോകും. പക്ഷെ ഇപ്പൊ ഡിഗ്രി മാത്രം 4 വർഷം ആക്കിയിട്ടുള്ളൂ, സ്കൂള് കമ്പൈൻ ചെയ്തിട്ടില്ല. അത് ആയി വരുന്നുള്ളൂ, വരും. Okay, 17. The government of India will also review once in every 5 years the progress made and recommended development guidelines for future. എപ്പോഴും ഇന്ത്യൻ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തെ റിവ്യൂ ചെയ്യണം. എന്തോ 10th എക്സാം വേണ്ടെന്ന് വെക്കും, കേട്ടില്ല. SSLC എക്സാം വേണ്ടെന്ന് വെക്കുമെന്ന് ചോദിക്കും. 10ാം ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടാവും, പക്ഷെ ഇന്നത്തെ പോലെ അത്ര എന്താ പറയുക, 9ാം ക്ലാസ്സിലെ പരീക്ഷ പോലെ 10ാം ക്ലാസ്സിൽ എല്ലാവരും +1 പാസ്സാവും, +1 +2 പാസ്സാവും, അങ്ങനെ. പിന്നെ എന്താ, ഇപ്പൊ 1968 ഉള്ളത് ഇതുവരെ പറഞ്ഞത്. ഇനി 1986 നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ഈ വർഷങ്ങൾ തമ്മിൽ മാറിപ്പോകരുത്. 1968 ഉണ്ട്, 1986 ഉണ്ട്. So the implementation of the national policy on education was evaluated by 2 committees, namely Ramamurthy Committee and ജനാർദ്ദനൻ കമ്മിറ്റി. 1990-ലും 1992-ലും. ഇതിങ്ങനെ ഈ പോളിസികൾ ഇങ്ങനെ വരുമ്പോൾ അത് വീണ്ടും റിവ്യൂ ചെയ്യും, അവർ വീണ്ടും റെക്കമെൻഡേഷൻസ് കൊടുക്കും, അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. സോ ആസ് എ റിസൾട്ട് ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദീസ് 2 കമ്മിറ്റീസ്, ആരൊക്കെയാണ്? രാമമൂർത്തി കമ്മിറ്റിയും ജനാർദ്ദനൻ കമ്മിറ്റിയും ഇത് റിവ്യൂ ചെയ്യാണ്, അല്ലെങ്കിൽ അതിൽ കുറെ സജഷൻസ് പറയാണ്. സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് വെർ മെയ്ഡ്, അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻസ് അവർ വരുത്തി എന്നാണ് അതിൽ പറയുന്നത്. ഇനി ഇഷ്യൂ ആൻഡ് പ്രോബ്ലംസ് കൺസിഡേർഡ് ഫോർ എഡ്യൂക്കേഷണൽ റിഫോംസ് എന്നാണ് അതിൽ പറയണേ. അതിന് ഈ ഒരു സാലറി ഫീച്ചേഴ്സ് NEP 1986 വരാനുണ്ട് കേട്ടോ. അതിന് മുമ്പ് ജസ്റ്റ് ഒരു പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കണേ. ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലം കൺസിഡേർഡ് ഫോർ എഡ്യൂക്കേഷണൽ റിഫോം. ഈ വിദ്യാഭ്യാസത്തിലെ കുറെ റിഫോംസ് കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എങ്കിലും ചില ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് നേരിട്ടത്, ഒന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അഥവാ നാഷണലി ഒരു സിസ്റ്റം ഉണ്ടാവും, അത് നിർബന്ധമായും ഫോളോ ചെയ്യണം എന്ന് സംസ്ഥാനങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശം കിട്ടുമ്പോൾ അതൊരു ചെറിയ പ്രശ്നമായിട്ട് വരും. 2, പ്രോബ്ലം ഫോർ സെൻട്രൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് എഡ്യൂക്കേഷൻ ഇൻ എഡ്യൂക്കേഷൻ. അഥവാ നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റ് വരുന്ന സാധനമാണ്. എന്താ കൺകറന്റ് ലിസ്റ്റ് പറഞ്ഞാല്? സംസ്ഥാനത്തിനും അഥവാ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒരേപോലെ അവകാശമുള്ളത്. പിന്നെ വേറെ ഏതൊക്കെ ലിസ്റ്റ് ഉള്ളേ? കൺകറന്റ് ലിസ്റ്റ് ഉള്ളത് വേറെ ഏതൊക്കെ ലിസ്റ്റ് ഉള്ളേ? സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട്, യൂണിയൻ ലിസ്റ്റും ഉണ്ട് അല്ലെ. കേന്ദ്രത്തിന് മാത്രം അധികാരങ്ങളുള്ളത് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാനങ്ങൾ മാത്രം എഴുതുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ്. അഥവാ പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, ആർമി യൂണിയൻ ലിസ്റ്റിലാണ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇതൊക്കെ രണ്ടിലും വരും. ഓക്കെ. ദെൻ പ്രോബ്ലംസ് ഓഫ് സെൻട്രൽ സ്റ്റേറ്റ്. ദെൻ എഡ്യൂക്കേഷൻ ഫോർ ഇക്വാലിറ്റി, എല്ലാവർക്കും ഈക്വലായി അല്ലെങ്കിൽ ഈക്വാലിറ്റിക്ക് വേണ്ടി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നതും ഒരു ചെറിയ പ്രോബ്ലം ആയിട്ട് വരികയാണ്. കാരണം എല്ലാവരും ഒരുപോലെ സ്ഥാപനത്തിലേക്ക് വരുമോ, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ. ദെൻ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ ആണ്. കാരണം എന്താ പറയുക, ഈ യൂണിവേഴ്സലൈസേഷനും നാഷണലൈസേഷനും ഒക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ സെറ്റപ്പ് അനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല. അപ്പൊ അതെന്ത് ചെയ്യണം, ആ നിലവാരത്തിലേക്ക് ഉയരേണ്ടി വരും എന്നുള്ളതാണ്. ദെൻ പ്രൊമോഷൻ ഓഫ് അഡൾട്ട് എഡ്യൂക്കേഷൻ, പിന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തു. കാരണം കുറച്ച് വയസ്സായി കഴിഞ്ഞാലും എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് മാത്രം വിദ്യാഭ്യാസം കിട്ടിയാൽ പോരാ എന്നുള്ളതാണ്. പ്രീ സെറ്റിംഗ് സ്കൂൾ, പേ സെറ്റിംഗ് സ്കൂൾ,
സ്കൂളില് അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഒരു ആ ടേം പേ സെറ്റിംഗ് തന്നെ നോക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ മുന്നിൽ? ടെക്സ്റ്റില് പേസൺ അല്ലേ? അതെ. ഓക്കെ 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 ഓക്കെ. പേസ് എന്ന് പറഞ്ഞാല് സ്പീഡ് എന്നുള്ളതാണ് ആക്ച്വലി. എന്ന് വെച്ചാല് നമ്മുടെ ഓരോ റീജിയൻസിലും നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഒരു പഠിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു സ്പീഡ്, അതിനുള്ള ഒരു ഫെസിലിറ്റീസ്, അത്തരം ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. പക്ഷെ അത് യൂണിവേഴ്സലൈസേഷൻ ആവുമ്പോൾ അല്ലെങ്കിൽ നാഷണലി നമുക്ക് അതിന് ഗൈഡൻസ് കിട്ടുമ്പോഴുള്ള ചില പ്രശ്നങ്ങൾ അവിടെ നേരിട്ടേക്കാം. ദെൻ വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്നെ എന്ത് കിട്ടണം, ജോലിക്കും കൂടി അവർ അർഹരാവണം എന്നുള്ള ഒരു പാറ്റേൺ ഒക്കെ അത്തരം റെക്കമെൻഡേഷൻസ് വന്നു. അതുപോലെ തന്നെ ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ്, പിന്നെ ഡിഗ്രി എന്ത് ചെയ്യണം, ജോബും തമ്മിൽ കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ. പക്ഷെ ആക്ച്വലി നമുക്കിപ്പോ ഡിപ്ലോമകളും അത്തരത്തിലുള്ള കുറെ കോഴ്സുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിയുമ്പോഴേക്ക് ഒരു ജോലി കൂടി ആകുന്ന തരത്തിലേക്കുള്ള ഒരു അവസരമൊക്കെ നിലവിൽ ഉണ്ട് എന്നുള്ളതൊക്കെ അതിലൊരു ആപ്ലിക്കേഷൻ ആണ്. റേസിംഗ് ദ സ്റ്റേറ്റ്സ് ഓഫ് ദ ടീച്ചേഴ്സ്, ടീച്ചേഴ്സിന് നിലവാരം ഉയർത്തണം, ഓരോ സാലറി ഉയർത്തണം, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഉയർത്തണം, അതൊക്കെ ഒരു മറ്റൊരു പ്രശ്നങ്ങളാണ്. ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മാനേജ് ചെയ്യുക എന്നുള്ള അവിടെ നേരിട്ട ചില പ്രശ്നങ്ങൾ. ദെൻ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ്, നമ്മുടെ മൊത്തം ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്, അതിന്റെ ഓരോ സർവീസും അവിടെ കൊടുക്കേണ്ട ഓരോ ഫെസിലിറ്റീസും അത്തരത്തിലുള്ള നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ റോൾ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻ, നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഇടപെടലുകൾ, അതുപോലെ തന്നെ റിസോഴ്സ് മൊബിലൈസേഷൻ, എങ്ങനെയാണ് ഈ നമ്മുടെ കുട്ടികള്, ടീച്ചേഴ്സ്, അതുപോലെ സ്ഥാപനങ്ങള് ഇതെല്ലാം ഒരുമിച്ച് ചേർക്കുക. ഇങ്ങനെയുള്ള കുറച്ച് മേഖലകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയണേ. അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ ഒരു സ്ലൈഡ്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് NEP 1986 ആണ്. അന്നത്തെ അവരുടെ പ്രധാനപ്പെട്ട ഗോൾസ് ആണ്. 3 ഗോൾസ് ആണ് പറയുന്നത്. 1986 ആണ് വർഷം മറക്കരുത്. സ്ട്രെങ്തൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിറ്റി, ഫ്രീഡം ആൻഡ് സെൽഫ് ഡിപ്പെൻഡൻസ്. കുട്ടികളിൽ ഇക്വിറ്റി അഥവാ അവരുടെ ഐക്യം, ഫ്രീഡം, അവരുടെ സെൽഫ് ഡിപ്പെൻഡൻസ് ഒക്കെ ഉറപ്പുവരുത്തുക, അതിനെ സ്ട്രെങ്തൻ ചെയ്യുക, അഥവാ കുട്ടികളെ ഒരു സെൽഫ് സഫീഷ്യന്റ് ആക്കി മാറ്റുക. അതുപോലെ പ്രൊമോട്ട് നാഷണൽ യൂണിറ്റി ആൻഡ് സ്പിരിറ്റ് ഓഫ് എക്സലൻസ്, നമ്മുടെ രാജ്യത്ത് യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഡെവലപ്പ് ബ്രോഡ് നാഷണൽ ഔട്ട്ലുക്ക് എമംഗ് യങ്സ്റ്റേഴ്സ്. നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നതിന് ഒരു ക്ലിയർ ഔട്ട്ലുക്ക് കൊണ്ടുവരിക, ഒരു നല്ല പുറംമോടി കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ് പ്രധാനപ്പെട്ട അതിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ്, ഗോൾസ് ആണ് പറഞ്ഞത് കേട്ടോ. ദെൻ നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷന്റെ അവരുടെ കുറച്ച് 1986 കുറച്ച് റെക്കമെൻഡേഷനും അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ് ടു എ സർട്ടൻ ലെവൽ ഓൾ സ്റ്റുഡൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ലൊക്കേഷൻ ഓർ സെക്സ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എഡ്യൂക്കേഷൻ ഓഫ് കമ്പാരബിൾ ക്വാളിറ്റി. അഥവാ എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അഥവാ എല്ലാവർക്കും ഒരേ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. 2 10+2+3 പാറ്റേൺ ത്രൂ ഔട്ട് ദ കൺട്രി, നമ്മുടെ രാജ്യത്ത് മുഴുവനായിട്ട് എന്ത് ചെയ്യണം, അത് കീപ്പ് ചെയ്യുക. അതിൽ തന്നെ ആദ്യത്തെ 10 വർഷത്തിനെ 5+3+2 എന്നുള്ള രൂപത്തിലേക്ക് ഒക്കെ വേണമെങ്കിൽ ഇയേഴ്സ് ഓഫ് പ്രൈമറി, അപ്പർ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ള രൂപത്തിലേക്കൊക്കെ മാറാമെന്നാണ്. ഇന്ന് നമുക്ക് LP ഉണ്ട്, ലോവർ പ്രൈമറി, UP, അപ്പർ പ്രൈമറി ആൻഡ് സെക്കൻഡറി, അങ്ങനെയുള്ള ഒരു സെഷനാണ് നമുക്കുള്ളത്. ദെൻ +2 ആകുമ്പോൾ സീനിയർ സെക്കൻഡറി, അങ്ങനെയാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പേരുകൾ. ദെൻ ഡെവലപ്പിംഗ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, അഥവാ നാഷണൽ കരിക്കുലം എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെ ആവണം, എന്തൊക്കെ ആവണം, ടീച്ചിങ് എയിം എന്തൊക്കെ ആയിരിക്കണം, നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യേണ്ടതാണ്. അത് പ്ലാൻ ചെയ്യണം. അതേപോലെ ഫിക്സിംഗ് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് കോമ്പിറ്റൻസീസ് ഫോർ ഈച്ച് സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ. LP കഴിഞ്ഞാൽ ഒരു കുട്ടിയിൽ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടാവണം, UP കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവണം, ഹൈസ്കൂൾ കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവണം, അങ്ങനെ ഓരോ ലെവലിലേക്കും അവരുടെ എഡ്യൂക്കേഷണൽ ലേണിംഗ് കോമ്പിറ്റൻസി ഉറപ്പുവരുത്തുക. Then work experience is included in the curriculum and all levels of education. Work experience, കുട്ടികൾക്ക് എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സോ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഉണ്ട് എന്നുള്ളത് അവിടെ അവർ അന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, അന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ. ദെൻ സയൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ടോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ആൻഡ് മാത്സ്, ഇവിടെ സയൻസ് മാത്രം പറയണത്, സയൻസ് ആൻഡ് മാത്സ് എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. പിന്നെ പ്രൈമറി എഡ്യൂക്കേഷനിൽ
എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രൈമറിയിലും സെക്കൻഡറിയിലും അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇങ്ങനെ കുറച്ച് ചെറിയ ടേംസ് അവിടെ പറയുന്നുണ്ട്. പ്രൈമറിയിൽ എൻഷുർ ഓൾ ചിൽഡ്രൻ ലെസ് ദാൻ 40 years of age ആർ എൻറോൾഡ്. അതേപോലെ തന്നെ അത് റീറ്റെയിൻഡ് 14 വയസ്സ് വരെയുള്ള വോയിസ് കേൾക്കുന്നില്ലേ? ഓസോ ക്ലിയർ ആണ്. 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും സ്ഥാപനത്തിൽ വരണം, അവർ എൻറോൾ ചെയ്യണം, അതിൽ റിട്ടേൺ ചെയ്യണം. അഥവാ 14 വയസ്സ് വരെ അവർ എന്ത് ചെയ്യരുത്, സ്കൂൾ വിട്ട് ഡ്രോപ്പ് ഔട്ടുകളായി പോകരുത്. 2, എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്. പ്രൈമറി തലത്തിൽ പ്രത്യേകിച്ച് ടീച്ചിങ് ക്വാളിറ്റി ഉറപ്പുവരുത്താം. ഈ പ്രൈമറി തലത്തിൽ ടീച്ചിങ് ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി നിലവിലെ സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വേണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പ്രൈമറി അഥവാ ലോവർ പ്രൈമറി കുട്ടികളോ LP ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് കിട്ടാൻ വേണ്ടി നിലവിലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വേണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ പഠിക്കുന്ന സമയത്തിനേക്കാൾ ഇപ്പൊ എത്രയും അപ്ഡേറ്റ് ആയല്ലേ സർ? അപ്ഡേറ്റഡ് ആണ്. ഇനിയും അപ്ഡേറ്റഡ് ആവണം. അതിന് എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഓക്കെ, ഞാനൊരു ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ഒന്നും പറഞ്ഞുതരാം. ഒന്ന് ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. നമുക്കിപ്പോ LP ഒരു ടീച്ചർ ഒരാള് അധ്യാപകനാവണമെങ്കിൽ +2 കഴിഞ്ഞാണ്ട് നേരെ DLED എന്ന് പറഞ്ഞ 2 വർഷത്തെ കോഴ്സ് എടുത്താല് അവര് LP അധ്യാപകരാവും. ശരിക്കും ലോവർ പ്രൈമറിയിലാണ് ഏറ്റവും ഹയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ LP വർക്ക് ചെയ്യണമെങ്കിൽ PhD വേണം, UP വർക്ക് ചെയ്യണമെങ്കിൽ ഒരു PG വേണം, ഹൈസ്കൂൾ വർക്ക് ചെയ്യണമെങ്കിൽ അത്തരത്തിൽ മുകളിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ട എന്നല്ല കേട്ടോ. പക്ഷെ താഴേക്ക് ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷനും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ലോവർ പ്രൈമറിയിൽ ശരിക്കും അധ്യാപകരാക്കേണ്ടത്. ഓക്കെ, ഇന്നത്തെ LP സ്കൂൾ അധ്യാപകരുടെ അവസ്ഥ എന്താണെന്ന് വളരെ നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരെ ഒന്നിച്ച് ആക്ഷേപിക്കല്ല, പക്ഷേ സിസ്റ്റം മാറണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഇതുണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു 3ാം ക്ലാസ് വരെയെങ്കിലും നമ്മളിപ്പോ ഒരു ലാംഗ്വേജ് അഥവാ അവർക്ക് അത്യാവശ്യം വേണ്ട ലാംഗ്വേജ് അത് യൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ, അതാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ അക്ഷരം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, വേർഡ്സ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മലയാളം പഠിച്ച പോലെ നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം എന്നൊക്കെയുള്ള ചില മാറ്റങ്ങൾ ഇന്ന പേഴ്സണൽ സെഷനാണ്. മാത്രമല്ല നമ്മുടെ സംസ്ഥാനം തന്നെ അതിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ സർ സാലറിയും കൂടി കുറച്ച് കൂട്ടി കൊടുക്കല്ലേ? സാലറി കുറച്ചില്ല, അത് ഗവൺമെന്റ് സ്കൂൾ. അല്ല, ഗവൺമെന്റ് സ്കൂളല്ല, മറ്റേ LKG UKG കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ, അവരെ പഠിപ്പിക്കലാണ് ഏറ്റവും കൂടുതൽ ടാസ്ക്. പക്ഷെങ്കില് സാലറി നല്ല കുറവായിരിക്കില്ലേ? അവര് 5000, 6000, 7000 രൂപ. അതെ അതെ, എന്റെ ചേച്ചി ഉണ്ട്. LKG UKG എങ്ങനെ? LKG UKG 7000 ഒന്നുമില്ല, അതിലും കുറവാണ്. അതിലും കുറവുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന 1ാം ക്ലാസ് ടീച്ചർ ആ പറഞ്ഞ പോലെ മിനിമം 30,000 അല്ലെങ്കിൽ 40,000 സാലറി വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും, ഏറ്റവും കുറഞ്ഞ്. അത് ഗവൺമെന്റിലല്ലേ? അതെ. അല്ല, പ്രൈമറി ടീച്ചേഴ്സിന് ക്വാളിഫിക്കേഷൻ കൂടണമെങ്കിൽ നല്ലത് എക്സ്പീരിയൻസ് അല്ലേ വേണ്ടത്? ക്വാളിഫിക്കേഷൻ മാറൂലേ? ശരിയാണ്. അല്ലേ, ക്വാളിഫിക്കേഷൻ വേണം, കാരണം അവർക്ക് എന്തെങ്കിലും കുറച്ചൊരു മെച്യൂരിറ്റി കൂടുള്ളൂ. ഹയർ ക്വാളിഫിക്കേഷൻ വരുമ്പില്ലേ നമുക്ക് നമ്മുടെ ഇപ്പൊ നമ്മളൊരു PhDയും PG ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇത്തിരി കൂടിയും ഇത് മാറൂലേ, പഠിപ്പിക്കാനുള്ള ഇതും നോളജ് ഒക്കെ മാറൂലേ? അപ്പൊ നമ്മൾ താഴെ ലെവലിൽ പോയിട്ട് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കൂലേ? അത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാൾ ഹയർ എഡ്യൂക്കേഷൻ ഇങ്ങനെ ക്വാളിഫിക്കേഷൻ കൂടുന്നിടത്തോളം വിനയം കൂടണം, അതുപോലെ അവരുടെ കമ്മിറ്റ്മെന്റ് കൂടണം എന്നാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം കൂടുമ്പോൾ നമുക്ക് അഹങ്കാരം കൂടും. അഹങ്കാരമല്ല, പക്ഷെ നമ്മൾ ആ താഴത്തെ ലെവലിൽ നിന്നിട്ട് പഠിപ്പിക്കാൻ നമുക്ക് നമ്മളപ്പോ വലിയ നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ പറഞ്ഞു വെച്ചതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളത് നല്ല ഇപ്പൊ ഡോക്ടറേറ്റ് ഉള്ള ഒരാള് ഡിഗ്രിക്കാരെ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ PGക്കാരെ പഠിപ്പിക്കേണ്ടത് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടാണ്. നമ്മളിപ്പോ NDTC ഇല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് കയറ്റുമോ? നമുക്ക് എന്ത് PG ഉണ്ട്, എന്ത് ഡോക്ടറേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും കയറ്റുമോ? LPക്കോ? ഇല്ല, അവരുടെ ക്വാളിഫിക്കേഷൻ വേണ്ടേ? വേണം. അല്ല, അത് നമ്മൾ നിയമം മാറ്റേണ്ടതാണെന്നാ പറഞ്ഞത്. ഓക്കെ,
Then മൂന്ന് the basic infrastructure needs of primary school like proper building, table, chair, bench, blackboard, etc. പ്രൈമറി എഡ്യൂക്കേഷനിൽ അത്യാവശ്യം വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം. ഇന്ന് സർക്കാർ സ്കൂളിൽ പോയ ചിലയിടത്തൊന്നും പോയ സാധനങ്ങളൊന്നും ഇല്ല, സെപ്പറേഷൻ ഇല്ല, ഒരു ഹാള്, അവിടെ ആ തരക്കൽ ക്ലാസ് ഈ തരക്കൽ ക്ലാസ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ട്. എന്നാൽ ഹൈടെക് ആയിട്ടുള്ള സ്കൂളുകൾ ഉണ്ട്. ഓക്കെ. നാല് വർക്കിംഗ് അവേഴ്സ് ഓഫ് ദ സ്കൂൾ ആൻഡ് ഹോളിഡേസ് ആർ ടു ബി സോ പ്ലാൻ. കൃത്യമായി വർക്കിംഗ് അവേഴ്സ് പ്ലാൻ ചെയ്യണം ടു അഡ്ജസ്റ്റ് വിത്ത് ദ നീഡ്സ് ഓഫ് റൂറൽ ചിൽഡ്രൻ. ആ ലോക്കൽ സ്റ്റുഡൻസിനെ മനസ്സിലാക്കി അവർക്കനുസരിച്ച് മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്തണം. ദെൻ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, അഥവാ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും കിട്ടേണ്ട ഇൻസ്ട്രക്ഷൻസ് കിട്ടണം. ദെൻ എക്സാമിൻസ് ആർ ടു ബി മെയ്ഡ് ഒബ്ജക്റ്റീവ്. കൃത്യമായിട്ട് എക്സാം നടത്തണം. അതിൽ സ്റ്റാഗ്നേഷൻസ് എലിമിനേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തണം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യരുത്, എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു എലിമിനേറ്റ് സ്റ്റാഗ്നേഷൻ അറ്റ് എനി ക്ലാസ് അറ്റ് എലിമെന്ററി ലെവൽ എഡ്യൂക്കേഷൻ സ്റ്റേജ്. കുട്ടി എന്ത് ചെയ്യരുത്, ഇതായി പോകരുത്, ലാഗായി പോകരുത്. അവിടെ എന്താ ആ അസസ്മെന്റിന്റെ അല്ലെങ്കിൽ എക്സാമിനേഷന്റെ കൃത്യമായി അവിടെ നടക്കണം എന്നുള്ളതാണ്. Then facilities are to be created, non-formal system of education for catering to the educational needs of those children who have dropped out of school. കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ട ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് അത് എൻഷുർ ചെയ്യുക, അത് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ എലമെന്ററി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ്. അഥവാ കുട്ടികളുടെ, നമുക്കറിയാം ചെറിയ കുട്ടികളാണ്, അവർക്ക് മുന്നോട്ട് വരാൻ പ്രയാസങ്ങൾ ഉണ്ടാകും. അവരെ പരിഗണിച്ചുകൊണ്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കുക. ദെൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. സെക്കൻഡറി എഡ്യൂക്കേഷനിൽ അതെന്ത് ചെയ്യണം, വൊക്കേഷണലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇന്നുണ്ട്, അറിയോ? 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും വൊക്കേഷണൽ ടെക്നിക്കൽ സ്കൂളുകൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഇന്നുണ്ട്, അറിയോ? 8ാം ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലോ ടെക്നിക്കൽ സ്കൂൾസ് ഉണ്ട്. സോ പിന്നെ ഇവിടെ പറഞ്ഞ നർച്ചറിങ് ദ ടാലന്റഡ് സ്റ്റുഡൻസ് ഇൻ റൂറൽ ഏരിയ എന്നൊക്കെയാണ്. കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അവരുടെ പേസ് സെറ്റിങ്ങിന് വേണ്ടിയിട്ട്, അവർക്ക് അവരുടേതായ ഒരു സ്പീഡിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റൂറൽ ഏരിയയിലും അതുപോലെ തന്നെ ഇതിന് ഈ പിന്നെ റൂറൽ ഏരിയ മാത്രമല്ല എവിടെയാണെങ്കിലും അവരുടെ ടാലൻസിനെ നർച്ചർ ചെയ്യുക, അവരുടെ പിന്നെ സ്കില്ലുകൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രത്യേകം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നവോദയ സ്കൂൾസ് ഒക്കെ, നവോദയ വിദ്യാലയ കിട്ടണം, നവോദയ സ്കൂൾസ് ഒക്കെ ഈ ഒരു ബാക്ക്വേർഡ് ആയ ആളുകൾക്ക് വേണ്ടി അവരെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി റീഓറിയന്റഡ്. അഥവാ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടി ജോബ് ഓറിയന്റഡ് ആയി വൊക്കേഷണൽ ട്രെയിനിങ് സ്കൂളിൽ തന്നെ കിട്ടണം എന്നുള്ളതാണ്. വൊക്കേഷണൽ ആൻഡ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ വിൽ ബി പ്രൊവൈഡ് വിത്ത് ആംബിൾ സപ്പോർട്ട്. അവർക്ക് വേണ്ട സപ്പോർട്ട്, ഗൈഡൻസ്, പ്രാക്ടീസ് അത് കൊടുത്ത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ആണ്. സോ ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ കോളേജ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റീസ്, they would be helped to become an autonomous college in large numbers. Autonomous colleges വളർന്നു വരണം. എന്താ ഈ ഓട്ടോണമസ് കോളേജ് പറഞ്ഞാല്? എക്സാം നടത്താനും അവർക്ക് തന്നെ സിലബസ് യൂണിവേഴ്സിറ്റി കൊടുക്കും അല്ലെ? അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ സ്കൂൾ ഇത് അവരുടെ എഡ്യൂക്കേഷൻ അവർക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം, അവർക്ക് തന്നെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. അഥവാ റൂളിംഗ് എന്നുള്ളത് അവർക്ക് എന്തായിരിക്കും, അവർക്ക് തന്നെ അതിനുള്ളൊരു പവർ ഉണ്ടായിരിക്കും. സിലബസ് കൃത്യമായിട്ട് എനിക്ക് ഇത് കിട്ടണില്ല. സിലബസ് ഫ്രെയിം ചെയ്യാൻ അവർക്ക് പിന്നെ അവകാശം ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എക്സാം പേപ്പർ നോക്കാനൊക്കെ ഉണ്ട്, പക്ഷെ സിലബസ് യൂണിവേഴ്സിറ്റി കൊടുക്കലാണ്. സിലബസ് യൂണിവേഴ്സിറ്റി അതിൽ മാറ്റം വരുത്താനുള്ള അവകാശം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ബാക്കിയുള്ളതൊക്കെ അവർക്ക് അവകാശം ഉണ്ടായിരിക്കും. സോ ഓട്ടോണമി വിൽ ബി എൻകറേജ്ഡ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് എന്താ കിട്ടും, അവരുടേതായ ഒരു ഫ്രീഡം അവിടെ കിട്ടും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസി വിൽ ബി എൻകറേജ്ഡ്. ഭാഷ പ്രാവീണ്യം, ഭാഷയെ കുറച്ചുകൂടി എന്ത് ചെയ്യണം, കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിൽ ബി അറ്റംപ്റ്റഡ് ത്രൂ കൗൺസിൽ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന്റെ കൃത്യമായ പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ ഉണ്ടാവണം. പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, അവർ തമ്മിലുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ UGC will encourage research by providing all support and ensuring high quality. ഈ ഹയർ എഡ്യൂക്കേഷനിലാണ്
റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതിനുവേണ്ടി UGC സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടണം. അതുപോലെ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസിനെ എൻകറേജ് ചെയ്യണം, അല്ലെ? ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വന്ന് ഏറ്റവും അവസാനം വന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാ? ഗുരുവായൂരപ്പനല്ല, ശ്രീനാരായണ ഗുരു. ഇത് ചിരിപ്പിക്കലുണ്ടോ? ഓക്കെ. അതുപോലെ തന്നെ ഡീലിംഗ് ഡിഗ്രി ഫ്രം ജോബ് ഇൻ സെലക്ടഡ് ഏരിയാസ് എന്നുള്ള പോയിന്റ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞതാണ്. Then establishing an appropriate national testing service. എന്തിനാണ്? in a phased manner to conduct entrance test for specific employment. കാരണം എൻട്രൻസ് ഇല്ലാതെ ഇങ്ങനെ കടന്നു വന്നാല് അതിൽ പാഷൻ ഇല്ലാതെയും അതുപോലെ തന്നെ അതില് എന്താ പറയാ കഴിവില്ലാതെയൊക്കെ ആളുകൾ എന്ത് ചെയ്യും? കടന്നു വരും. അപ്പൊ അതൊക്കെ റെസ്ട്രിക്ട് ചെയ്യണം. അത് വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷനിൽ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. ദെൻ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. അഡ്മിഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ മെറിറ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ്. നമ്മൾ ഈ BEd അല്ലെങ്കിൽ DLEd അങ്ങനെ ടീച്ചർ എഡ്യൂക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, അതില് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തണം. ശരിക്കും ടീച്ചിങ്ങിന് അവർക്ക് സ്കില്ലുണ്ടോ, അതിനോട് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതുപോലെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. NCTE എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുപോലെ തന്നെ അഥവാ അതെന്ന് വെച്ചാൽ ടീച്ചർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. പിന്നെ പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് കോമ്പണൻസ് ആർ ഇൻസെപ്പറബിൾ. ഈ പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് പ്രോഗ്രാംസ് ഉണ്ട്. അഥവാ നമ്മളിപ്പോ DLEd അല്ലെങ്കിൽ BEd കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോഗ്രാംസ്, അതേപോലെ തന്നെ ഇൻ സർവീസ് ഇന്ന് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് കൊടുക്കുന്ന പ്രോഗ്രാംസ്, ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നാളത്തെ ടീച്ചർമാരാണ് ഇന്ന് ട്രെയിനേഴ്സ്. ആ ട്രെയിനേഴ്സിന് വേണം ആദ്യം ക്ലസ്റ്റർ കൊടുക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. ട്രെയിനിങ് സ്കൂൾ ഷുഡ് ബി അപ്ഗ്രേഡഡ്. അങ്ങനെ എന്ത് ചെയ്യണം? ട്രെയിനിങ് സ്ഥാപനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. പിന്നെ ഡയറ്റ്, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഡയറ്റുകൾ എന്ത് ചെയ്യണം? ട്രെയിനിങ് കോളേജ് ഷുഡ് ബി അപ്ഗ്രേഡഡ്. ഡയറ്റുകളും അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഉഷാറാക്കണം. സോ ഡയറ്റ് ആണ് ആക്ച്വലി നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് ഒക്കെ ഇന്ന് കൺട്രോൾ ചെയ്യുന്നത് ഡയറ്റ് ആണ്. ഓക്കെ. ടു റിക്രൂട്ട് ടീച്ചേഴ്സ് ബേസ്ഡ് ഓൺ മെറിറ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, അല്ലെ? PSC ലിസ്റ്റിൽ ഉണ്ടായാൽ പോരാ, ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ എന്താണ്? മെറിറ്റും ആപ്റ്റിറ്റ്യൂഡും നോക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ടാലന്റഡ് പേഴ്സൺ ഷുഡ് ബി അട്രാക്റ്റഡ്. ടീച്ചിങ് പ്രൊഫഷൻക്ക് ടാലന്റ് ഉള്ള ആളുകളെ കൃത്യമായിട്ട് അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടണം. അതിനുവേണ്ടി നല്ല പേയ്മെന്റ് കൊടുക്കണം, നല്ല സർവീസ് കണ്ടീഷൻ കൊടുക്കണം, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കണം, റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അതേപോലെ തന്നെ efforts are to be undertaken to provide uniform emoluments, service conditions and grievance removal mechanism throughout the nation. ഈ emolument എന്താണെന്ന വാക്കിന് എനിക്ക് അർത്ഥം അറിയില്ല. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗൂഗിൾ നോക്കി പറയാം. അറിയാം? യൂണിഫോം സാലറി, വേജ് ഓർ പേയ്മെന്റ് റിസീവ്ഡ് ഫോർ വർക്ക് എന്നാണ് കേട്ടോ. അപ്പൊ സാലറി എന്നാണ് അർത്ഥം. സോ എല്ലാവർക്കും ഒരു യൂണിഫോം സാലറി, അല്ലെ? യൂണിഫോം സർവീസ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഈ യൂണിഫോം സാലറി നമ്മൾ നിലവിലുണ്ടോ? ഒന്ന് ഇല്ല. ഗവൺമെന്റ് സെക്ടറിലുണ്ട്, സെക്ടറിൽ ഇല്ല. ഗവൺമെന്റ് പ്രൈവറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീരില്ല, അല്ലെ? അതുപോലെ തന്നെ ടീച്ചേഴ്സിലുള്ള ഇൻസെന്റീവ്സ്, പെർഫോമൻസ് അടിസ്ഥാനത്തിലുള്ള അവർക്ക് വേണ്ട ഇൻസെന്റീവ്സും അവർക്ക് വേണ്ട അപ്രീസിയേഷനും കിട്ടണം എന്നുള്ളതാണ്. പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസ് വിൽ ബി എംഫസൈസ്ഡ്. അഥവാ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കണം, മൊറാലിറ്റി അവരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ് കിട്ടണം. 3 ലാംഗ്വേജ് ഫോർമുല വിൽ ബി ഇംപ്ലിമെന്റഡ്. സ്കൂളുകൾ എന്ത് ചെയ്യണം? ഏതൊക്കെ 3 ലാംഗ്വേജ് ഫോർമുല? 3 ലാംഗ്വേജസ് ഏതൊക്കെയാ? മലയാളം, ഹിന്ദി, ഫസ്റ്റ് ലാംഗ്വേജ് അല്ല, റീജിയണൽ ലാംഗ്വേജ്. റീജിയണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി, അല്ലെ? അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ബി ഓർഗനൈസ്ഡ്. എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയുള്ള അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്യണം. സയൻസ് ഷുഡ് ബി ടോട്ട്, സയൻസ് പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, എ നാഷണൽ വൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ഗെയിംസ് വിൽ ബി ബിൽഡ് ഇൻ ടു എഡ്യൂക്കേഷൻ. അഥവാ സ്കൂളിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ
സ്പോർട്സിന് വേണ്ട സൗകര്യങ്ങൾ കൂടി ഒരുക്കണം. അതുപോലെ എക്സാമിനേഷൻ സിസ്റ്റം നീഡ് ടു ബി റിഫോംഡ്. പരീക്ഷകൾ പുതുക്കണം. പരീക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് പറയേണ്ടതിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പരീക്ഷാ സമ്പ്രദായത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിഷ്കർഷിക്കാനുണ്ടോ? ഒരു ഓപ്പൺ ബുക്ക് സിസ്റ്റം വന്നത് നല്ലതല്ലേ? ഓപ്പൺ ബുക്ക് നല്ലതാണ് പറയുന്നത്. പിന്നെ പക്ഷെ ഓപ്പൺ ബുക്ക് നല്ലതാണ്, പക്ഷെ അതിനും ഏറ്റവും ചെറിയ ക്ലാസ്സിലൊന്നും ഓപ്പൺ ബുക്ക് ഓക്കെ ആവും തോന്നുന്നില്ല. കുറച്ചും കൂടി ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോ ഓപ്പൺ ബുക്ക് റെഡിയാ തോന്നുന്നു. ഈ എക്സാം സംബന്ധന ഒഴിവാക്കിയാലോ? എക്സാം നടത്തണം, പക്ഷെ എക്സാം എന്നുള്ള പേരൊക്കെ മാറ്റി വേറൊരു രീതിയിലൊരു അസസ്മെന്റ്. ഇപ്പോ എക്സാമിനേഷൻ അല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നത്, അസസ്മെന്റ് എന്നുള്ള രീതിയിലല്ലേ? ഓക്കെ, അങ്ങനെ ആക്കാം. പിന്നെ എക്സാമിന്റെ ഒരു ഇപ്പൊ പരീക്ഷയുടെ മാർക്ക് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒരു കൊല്ല പരീക്ഷ നടത്തിയിട്ട് അതിന്റെ മാർക്ക് കൊണ്ട് ഒരാൾ വിജയിക്കണോ തോൽക്കണോ എന്നുള്ളത് അതിന്റെ ഒരു വെയിറ്റേജ് കുറക്കണം ഒരു അഭിപ്രായം ഉണ്ട്. ഒരു 50% പരീക്ഷ, ബാക്കി 50% ആ ത്രൂ ഔട്ട് ആ കുട്ടി ആ ഒരു കോഴ്സിന്റെ ഭാഗമായി ചെയ്തതിലും അവരുടെ പെർഫോമൻസും അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയർ ഒക്കെ നോക്കി കൊടുക്കണം. അത് നല്ലതാ. ഒരാൾ നല്ല പഠിക്കാൻ കഴിവുണ്ട്, പക്ഷെ 5 പൈസക്ക് ഓന് പങ്ക്ച്വാലിറ്റി ഇല്ല, ഓന് ബിഹേവിയർ ശരിയില്ല, അങ്ങനത്തെ ഓൻ തോൽക്കണം. മറ്റേ ഈ സി മാർക്ക് 50% ആക്കണം എന്നാണോ? അതെ, സി മാർക്ക് 50% ആയി. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതാണ് ആക്ച്വലി CCE എന്നാ പറയാം. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, അഥവാ നേരത്തെ അതിൽ പറഞ്ഞ പോയിന്റ്സ് ആണ്. ഇനി റെക്കമെൻഡേഷൻസ് ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 2009 എഡ്യൂക്കേഷൻ റെക്കമെൻഡേഷൻസ് ആണ്, ആക്ട് റെക്കമെൻഡേഷൻസ് ആണ്. സോ the right to education act, which represent the consequential legislation under Act 21A, was passed by Indian Parliament on 4th August 2009 2009 ഓഗസ്റ്റ് 4 ചില റെക്കമെൻഡേഷൻസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ചെയ്തിട്ടുണ്ടെന്നാണ്. The rules for implementing this act throughout the country were framed and came into effect on 1st April 2010 2010 ഓഗസ്റ്റ് 1 ഏപ്രിൽ 1 അത് ഇഫക്റ്റ് ആയി എന്ന് പറയുന്നുണ്ട്. അതിന്റെ കുറച്ച് സാലിയൻ ഫീച്ചേഴ്സ് ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് അതിൽ കാര്യമായിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് അതിൽ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിൽ 7 ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ബാക്കിയുള്ള 7 ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഇംപ്രൂവ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ സ്കൂൾ. നേരത്തെ പറഞ്ഞതൊക്കെ ഇനി റിപ്പീറ്റ് ചെയ്യാണ് ഇതിൽ ചെയ്യുക, പക്ഷെ ഏതൊക്കെയെന്ന് അറിയണം. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് റൂം, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, പ്ലേ ഗ്രൗണ്ട്, ലേണിംഗ് എൻവയോൺമെന്റ്, ലൈബ്രറി, ലാബ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഡിജിറ്റൽ ക്ലാസ് റൂം, ഡിജിറ്റൽ ടൂൾസ് ആൻഡ് റിസോഴ്സസ് ഷാൽ ബി ഇംപ്രൂവ്ഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൽ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഭാഗമായിട്ട് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഒന്നാമത്തെ പോയിന്റ്. 2, ടീച്ചർ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ്. ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് അപ്ഡേറ്റ് ചെയ്യണം. ടീച്ചിങ് മെത്തേഡ്സ്, ക്ലാസ് റൂം മാനേജ്മെന്റ്, സബ്ജക്ട് നോളജ്, ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ആ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കൂട്ടണം. അത്തരം പ്രോഗ്രാംസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. 3, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അഥവാ പ്രയോറിറ്റി എന്ത് ചെയ്യണം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആവണം. അതൊരു ഗ്യാരണ്ടി നൽകണം. എൻകറേജ് സ്റ്റുഡന്റ് സെന്റേർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു. ഈ സ്റ്റുഡന്റ് സെന്റേർഡ് അപ്രോച്ചിന് എന്ത് ചെയ്യണം, കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്, അനലിറ്റിക്കൽ റീസണിങ്, ഇങ്ങനെ ലൈഫ് സ്കില്ലുകൾ ഉണ്ട് കുട്ടികൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അത്തരം സ്കില്ലുകൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. താഴത്തെ പോയിന്റ് പറയുന്നുണ്ട്, ഇംപ്രൂവ് കരിക്കുല ബൈ ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ സ്കിൽസ്, ലൈഫ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ സാധനങ്ങളാണ്. ഏകദേശം ഒരാളുടെ ലൈഫിൽ 33 സ്കില്ല് വേണമെന്നൊക്കെ സാധാരണ പറയാറുണ്ട്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, റീസണിങ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്, അഡ്ജസ്റ്റ്മെന്റ്, കോപ്പറേഷൻ, എംപതി, സിമ്പതി, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട പ്രോഗ്രാംസ് സ്കൂളിൽ കൊടുക്കണം. 4, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. അഥവാ എല്ലാ കുട്ടികളെയും, മാർജിനലൈസ്ഡ് ആവട്ടെ, എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ആവട്ടെ, ഡിസബിലിറ്റി ഉള്ള കുട്ടികളാവട്ടെ, ഗേൾസ് ആൻഡ് ബോയ്സ് ആവട്ടെ, എല്ലാവരും ഒറ്റ ക്ലാസ് റൂമിൽ ഒരു സിലബസിൽ പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കണം. ഇനി ആർക്കെങ്കിലും കോമൺ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അല്ലെ, അവർക്കുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നമ്മൾ അറേഞ്ച് ചെയ്യണം. 5, മോണിറ്ററിംഗ് ആണ്.
ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. ടീച്ചേഴ്സിന്റെ ആത്മാർത്ഥത അല്ലെങ്കിൽ ഇതിന്റെ മോണിറ്ററിംഗ് സിസ്റ്റം ആണ്. സ്ട്രെങ്തൻ മോണിറ്ററിംഗ് മെക്കാനിസം, അഥവാ ഓരോ സ്കൂളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് പീരിയോഡിക് റിവ്യൂ ഓഫ് സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ, ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ആൻഡ് എഡ്യൂക്കേഷണൽ ഔട്ട്കം. ഈ കുട്ടികൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ റിവ്യൂ ചെയ്യണം, ടീച്ചിങ് ക്വാളിറ്റി റിവ്യൂ ചെയ്യണം, അവരുടെ റിസൾട്ട് റിവ്യൂ ചെയ്യണം, അതുപോലെ തന്നെ അതിന് വേണ്ട കറക്റ്റിംഗ് ആക്ഷൻസ് ഉണ്ടാവണം. ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവണം എന്നാണ് 5. 6 ഇൻസെന്റീവ്സ് ഫോർ പ്രൈവറ്റ് സ്കൂൾസ് ടു കമ്പൈൻ ആണ്, അഥവാ പ്രൈവറ്റ് സ്കൂളുകൾക്കുള്ള ഇൻസെന്റീവ്സ് ആണ്. അതിൽ പിന്നെ താഴത്ത് പറഞ്ഞാൽ എൻഷുർ ദാറ്റ് പ്രൈവറ്റ് സ്കൂൾ കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് RTE ആക്ട് including reserving 25% of seats for children from economically weaker section. ഈ പ്രൈവറ്റ് സ്കൂളിലാണെങ്കിലും 25% സീറ്റുകൾ ഈ വീക്കർ സെക്ഷന് വേണ്ടി മാറ്റിവെക്കണം. അതേപോലെ തന്നെ ഓഫർ ഇൻസെന്റീവ് ആൻഡ് സപ്പോർട്ട്. ഈ റൂറൽ ഏരിയയിലുള്ള പ്രൈവറ്റ് സ്കൂളുകൾക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട്, അവർക്ക് വേണ്ട ഇൻസെന്റീവ്സ്, അവർക്ക് വേണ്ട സർവീസസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. 7 അവയർനെസ് ആണ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണ്, അഥവാ കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നേടുന്ന എല്ലാവർക്കിടയിലും അവയർനെസ് ഉണ്ടാകാൻ ലോഞ്ച് ലാർജ് സ്കെയിൽ ക്യാമ്പയിൻ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിൻസ് സംഘടിപ്പിക്കണം, അഥവാ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് റൂറൽ ആൻഡ് റിമോട്ട് ഏരിയകളിൽ പ്രത്യേകിച്ച് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ക്യാമ്പയിൻ നടത്തണം. അതുപോലെ തന്നെ ഫോസ്റ്റർ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും, കമ്മ്യൂണിറ്റിക്കും എല്ലാവർക്കും എന്ത് ചെയ്യണം, എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. പാരന്റ്സിനാവട്ടെ, കമ്മ്യൂണിറ്റിക്കാവട്ടെ, സൊസൈറ്റിക്കാവട്ടെ, എല്ലാവർക്കും. 8 ഫോക്കസ് ഓൺ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആണ്, ചെറിയ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണ്. എക്സ്പാൻഡ് ദ സ്കോപ്പ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അഥവാ പ്രീ സ്കൂൾ പോലെയുള്ള ഏർലി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യണം. So integrate RTE Act with the existing early childhood education scheme like Anganwadi centers to ensure a smooth transition to primary school. Anganwadi, pre-schooling, ഇതൊക്കെ നിലവിലുണ്ട്, അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അതൊക്കെ പ്രൊമോട്ട് ചെയ്യണം എന്ന് 2009 ആക്ട് പ്രകാരം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് പ്രകാരം എന്തുണ്ട് അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നിലവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. എത്ര ചാപ്റ്റേഴ്സ്? 8 അല്ലേ പറഞ്ഞ്? ഓക്കെ, ഇത് 7 ചാപ്റ്റേഴ്സ് അല്ല, അതിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ, സോറി. മൊത്തത്തിൽ 2009 ആക്ട് പ്രകാരമുള്ള മൊത്തം ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഓക്കെ, പിന്നെ 9 അസസ് ലേണിംഗ് ഔട്ട്കംസ്. ലേണിംഗ് ഔട്ട്കം എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നേടേണ്ടത്, എന്ത് ക്വാളിറ്റിയാണ്, എന്ത് സ്കില്ലാണ് നേടേണ്ടത് എന്നുള്ളതാണ്. സോ ലേണിംഗ് ഔട്ട്കംസ് എന്ത് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം. അതേപോലെ തന്നെ ലേണിംഗ് ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ എന്ത് ചെയ്യണം, ടൂൾസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. 10 റെഡ്യൂസ് ഡ്രോപ്പ് ഔട്ട് റേറ്റ് ആണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് പോകുന്ന ഡ്രോപ്പ് ഔട്ടുകളെ കുറയ്ക്കണം. ഓക്കെ, ഞാൻ ഇടയ്ക്കൊരു കോൾ വന്നു, അപ്പൊ ഒന്ന് സ്റ്റക്ക് ആയി പോയതാണ്. ഡ്രോപ്പ് ഔട്ട്സ് കുറക്കണം. ഈ ഡ്രോപ്പ് ഔട്ട്സ് ഇപ്പൊ ഇന്നത്തെ സ്കൂളുകൾ എന്താ അവസ്ഥ? 10ാം ക്ലാസ് വരെ ഡ്രോപ്പ് ഔട്ട് ഉണ്ടോ? കുറവായിരിക്കും. അത് ഇനിയിപ്പോ എന്തെങ്കിലും അസുഖം കാരണോ അല്ലെങ്കിൽ അങ്ങനെ ഡിസബിലിറ്റി കാരണമൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിലുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവും. +2 വരെ ആണെങ്കിലും +1 +2 ഡ്രോപ്പ് ഔട്ട് ഉണ്ടോ? കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയും. ഒരു ചെറിയ പെർസെന്റേജ് ഉണ്ടാവും. ഡിഗ്രിയിൽ ഡ്രോപ്പ് ഔട്ട് ഉണ്ടോ? ഡിഗ്രി ഉണ്ടാവും അല്ലെ, കാരണം നമ്മൾ അത് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മൾ എടുത്ത് തുടങ്ങിയിട്ടില്ല. സോ ഡ്രോപ്പ് ഔട്ട് എന്ത് ചെയ്യണം, അത് എന്തുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് എന്നുള്ള അവരെ ഇഷ്യൂ അഡ്രസ് ചെയ്യണം അല്ലെ. അഡ്രസ് ഇസ് ദ സോഷ്യോ എക്കണോമിക് റീസൺ ബിഹൈൻഡ് സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട്. പൈസ ഇല്ലാത്തതുകൊണ്ടാണോ, സാമൂഹികമായിട്ട് അതിന് ചുറ്റുപാടില്ലാത്തതുകൊണ്ടാണോ, എന്താണെന്നുള്ളത്. അത് ചൈൽഡ് ലേബർ ആണോ, ഏർലി മാരേജ് ആണോ, ഫിനാൻഷ്യൽ ചലഞ്ച് ആണോ എന്നുള്ളതൊക്കെ നോക്കണം. അതുപോലെ പ്രൗഡ് കൗൺസിലിംഗ്, മിഡ് ഡേ മീൽ ആൻഡ് അതർ ഇൻസെന്റീവ് ടു കീപ് ചിൽഡ്രൻ ഇൻ സ്കൂൾ. അല്ലെ, പണ്ടൊക്കെ ഉച്ചക്കഞ്ഞ് കിട്ടുകൊണ്ട് സ്കൂളിൽ പോയ കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു. അത്രേ ചോറിട്ടും എന്നുള്ളതുകൊണ്ട് സ്കൂൾ പറഞ്ഞേക്കും. അപ്പം അത് ഉറപ്പുവരുത്തണം അല്ലെ. അവർക്കിപ്പോ ഹെൽത്തി ഫുഡാണ്, ഇപ്പൊ എന്തൊക്കെ ബിരിയാണിയോ എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെയാണ് പറയണത്. സർക്കാർ എന്ത് ചെയ്യുന്നറിയോ, മന്ത്രി ബിരിയാണി കൊടുക്കുന്നത് പ്രഖ്യാപിക്കും,
എന്നിട്ട് അരി സാധാ അരി മാത്രമേ സ്കൂളിൽ കൊടുക്കുള്ളൂ. അപ്പൊ ടീച്ചേഴ്സ് എന്താ ചെയ്യാ? ബിരിയാണി ഉണ്ടാക്കും. സാധാ അരി കൊണ്ട് ബിരിയാണിയാണ് വെക്കും. കാരണം നിയമം പാലിക്കും വേണം, ഈ കിട്ടിയത് വെച്ചുണ്ടാക്കും വേണം. അതുപോലെ അതൊക്കെ തന്നെയാണ് നടക്കുക. ഓക്കെ, പിന്നെ എന്താ, ഓക്കെ, പിന്നെ കൗൺസിലിംഗ് സ്കൂളിൽ കൊടുത്തു തുടങ്ങിയില്ലേ? കൗൺസിലിംഗ് സ്കൂളിൽ എന്തോ? കൗൺസിലിംഗ് മുൻപൂല്ലേ? കൗൺസിലിംഗ് മുമ്പില്ല, ഞങ്ങളൊന്നും പഠിക്കാത്ത കൗൺസിലിംഗ് ഇല്ല. ഞാൻ പഠിക്കുമ്പോ ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു. ആണോ? അല്ല, ഞാൻ ഇജും പഠിച്ച കാലഘട്ടം വ്യത്യാസം ഉണ്ടാവേ. ഇപ്പൊ സ്കൂളുകൾക്ക് കൗൺസിലർ എന്നുള്ള സാറിന് 31 വയസ്സായി എന്നല്ലേ പറഞ്ഞത്? 31 എന്നല്ലേ ഇന്നാള് പറഞ്ഞേ കഴിഞ്ഞ ക്ലാസ്സില്? അത് ഞാൻ പലതും പറയും. അപ്പം പിന്നെ ഇപ്പൊ നിലവിൽ ഏതായാലും കൗൺസിലിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എൻഹാൻസ് ഗവൺമെന്റ് ഫണ്ടിങ് ആൻഡ് സപ്പോർട്ട്. ഗവൺമെന്റിന്റെ ഫണ്ട് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യണം, അല്ലെ? അഡീക്വേറ്റ് ഫണ്ട് കൊടുക്കണം. കാരണം അവർക്ക് ബിൽഡിംഗ് വേണം, റിസോഴ്സസ് വാങ്ങണം, മെറ്റീരിയൽസ് വാങ്ങേണ്ടി വരും. എൻഷുർ ദാറ്റ് ഫണ്ട്സ് ആർ എഫിഷ്യൻലി യൂട്ടിലൈസ്ഡ്. ഇനി കൊടുത്താൽ മാത്രം പോരാ, അത് കൃത്യമായി വിനിയോഗിച്ച് ഉറപ്പുവരുത്തണം. ഇവര് കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്യാൻ ഫണ്ട് കൊടുക്കും, കുറെ കമ്പ്യൂട്ടർ ലാബും അങ്ങോട്ടൊക്കെ ഉണ്ടാക്കിയിടും, കുറെ കമ്പ്യൂട്ടർ പിന്നെ പൊടി പിടിച്ച് കിടക്കും. അങ്ങനെ പറ്റില്ല, കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് ഉറപ്പുവരുത്തണം. പിന്നെ ബ്രിഡ്ജ് ദ ഡിജിറ്റൽ ഡിവൈഡ്. എന്താ ഡിജിറ്റൽ ഡിവൈഡ് എന്ന ടേം? ഡിജിറ്റൽ ഡിവൈഡ് പറഞ്ഞാൽ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ മുൻപും അതിന് ശേഷവും ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പ് ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടവരും ഡിജിറ്റലൈസ് ചെയ്യപ്പെടാത്തവരും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. അതാണ് ഡിജിറ്റൽ ഡിവൈഡ്. ഓക്കെ, സോ പ്രൊമോട്ട് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പൊ എല്ലാവരെയും കൂട്ടിപ്പിടിക്കുക, എല്ലാവരെയും ഇന്റഗ്രേറ്റ് ചെയ്യുക, ICT ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ എവിഡൻസ് ഡിജിറ്റലൈസ് ചെയ്യുക എല്ലാവരെയും. പിന്നെ പ്രൊവൈഡ് ഫ്രീ ഓർ സബ്സിഡൈസ്ഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ റിസോഴ്സ് ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഫ്രീ ക്ലാസ്സസ് പരമാവധി കൊടുക്കുക, അല്ലെങ്കിൽ സബ്സിഡി കൊടുക്കുക എന്ന് പറയണേ. ഈ സബ്സിഡി എന്നുള്ള വാക്ക് എവിടെ കിട്ടണേ കൂടുതലായിട്ട്? എവിടെ? മാവേലി സ്റ്റോറിൽ, റേഷൻ കടയിലൊക്കെ അല്ലെ? മാവേലി സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ വെക്കുക, റേഷൻ കടയിലല്ല. സോ അങ്ങനത്തരത്തില് അവർക്ക് എന്തെങ്കിലും ഇളവുകൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് എന്ത് പറഞ്ഞത്, എഡ്യൂക്കേഷൻ ആക്ടിലൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഇന്ന് എവിടുന്നാണ് പോയത് എന്നുള്ളതാണ്. കുറച്ചധികം പോയിട്ടുണ്ടാവും, 10, 20, 30 സ്ലൈഡോടത്ത് പോയിട്ടുണ്ടാവും. 30 സാർ, അതിലും കൂടുതൽ. സോറി, ഓക്കെ. ഇവിടെ മുതലാണ് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നുള്ളിടത്താണ് പോയത്. എന്താണ് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നോക്കണം, അതിന്റെ ആവശ്യകതയെ കുറിച്ച് നിങ്ങൾ കോമൺ സെൻസിലെങ്കിലും ചിന്തിക്കണം. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇന്ന് റെലവെന്റ് ആയ ടീച്ചേഴ്സ് ഉണ്ടാക്കുക, അപ്ഡേറ്റഡ് ആയ ടീച്ചേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനുവേണ്ടി പ്രോഗ്രാംസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. സെമിനാർ, റിഫ്രഷർ കോഴ്സ്, വർക്ക്ഷോപ്പ്, കോൺഫറൻസ് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാംസ് നോക്കണം. അപ്പൊ ഇതിൽ കുറെ 10 പ്രോഗ്രാംസ് പറയുന്നുണ്ട്. ഈ ഇവിടെ ഇട്ട 10 അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇത് എന്തിനു മുകളിട്ടില്ലേ, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് ഇൻ സർവീസ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അപ്പുറത്തിട്ട 10 ഇപ്പുറത്തേക്ക് വന്നിരുന്നത് കേട്ടോ, സോറി. പിന്നെ പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. ഇത് നമ്മുടെ മനുഷ്യന്മാർക്ക് മൊത്തത്തിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവണം എന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ ടീച്ചേഴ്സ് പ്രൊഫഷണൽ അക്കൗണ്ടൻസി, അതിന്റെ ഡയമെൻഷൻസ്, ഈ 5 ഡയമെൻഷൻസ് ഉണ്ട്, പ്രത്യേകം നോക്കണം. അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. റിലേറ്റഡ് ടു ടീച്ചേഴ്സ് പെർഫോമൻസ് ആൻഡ് പ്രാക്ടീസസ്, സ്റ്റുഡൻസ്, കൊളീഗ്സ്, അതോറിറ്റി ആൻഡ് പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. പിന്നെ നാഷണൽ പോളിസികളാണ്. 1968 അവരുടെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. 1986 അവരുടെ ഗോൾസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. പിന്നെ അതിൽ ഓരോ സെക്ഷൻ ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെക്നിക്കൽ, ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പറയുന്നുണ്ട്, ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് മിസ്ലേനിയസ്. പിന്നെ 2009 ഉണ്ടായ റെക്കമെൻഡേഷൻസ് ആണ്. അതിൽ സാലറി ഫീച്ചേഴ്സിലൂടെ കുറച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ സജഷൻസ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. സോ എനിവേ, ഈ ഒരു സെമസ്റ്റർ ത്രൂ ഔട്ട് 2 പേപ്പേഴ്സാണ് ഞാൻ കൈകാര്യം ചെയ്തത്. സോ അതിൽ കേട്ടിരുന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ക്ലാസ്സിൽ ലൈവായി വന്ന് അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേട്ട് കൃത്യമായി പഠിച്ച
എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുകയാണ്. നന്നായി പഠിക്കുക, എക്സാമിന് മാക്സിമം സ്കോർ ചെയ്യുക, ഇത്രയാണ് നമുക്ക് പറയാൻ പറ്റുക. സോ ലെറ്റ് മീ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. സംഭവം റെക്കോർഡ് കഴിഞ്ഞോ? ഇല്ല, റെക്കോർഡിംഗ് ഞാൻ ഇതിന്റെ മെനുന്ന് പോയതായിരുന്നു, അപ്പൊ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. സോ ലെറ്റ് ഒന്നുകൂടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. റെക്കോർഡിംഗിന്റെ ഐക്കൺ കാണുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, സോ താങ്ക് യു.